ഒരു സംഭവത്തിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ എക്ക് പിന്നിൽ ബി ആണ് എന്ന് നമ്മൾ ആരോപിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എ എന്താണെന്ന് മനസ്സിലാവണ്ടേ? മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ് പ്രപഞ്ചം? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടതിനനുസരിച്ചൊക്കെ മെറ്റീരിയൽ. നമ്മൾ എന്ത് കണ്ടു? നമ്മൾ എവിടുന്ന് കണ്ടു? കുറച്ച് കണ്ടിട്ടുള്ളൂ. എവിടുന്ന് കണ്ടു? ആര് കണ്ടു? നിങ്ങൾ എന്ത് കണ്ടു? ഇവിടുന്ന് നമ്മളെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് കാണുന്ന. നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ പ്രപഞ്ചം എന്ന് പറയുമ്പോ നിങ്ങളെ മനസ്സിലേക്ക് ഒരു പിക്ചർ വരുന്നില്ലേ? അതില്ല, പിക്ചർ ഇല്ല. ഒരു പിക്ചർ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിക്ചർ വരുന്നില്ല. ഇല്ല, നിങ്ങൾക്ക് ആകെ താഴെയുള്ള ഭൂമിയും മോളിൽ കാണുന്ന ആകാശവും അതിന്റെ ഇടയിലുള്ളതുമാണ് നിങ്ങളെ പ്രപഞ്ചം അല്ലേ? അല്ലല്ല, അതങ്ങനെ പോകണം, അനന്തമായി പോവാണ്. ഏതുവരെ പോകും? ഇനി നമ്മൾ കാണാത്ത ഒരുപാട്. ഇതിന്റെ പുറത്തോട്ട് പോയിട്ട് ഗാലക്സിയിലേക്ക് പോകുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ഗാലക്സിന്റെ ഒരു ഗ്രൂപ്പ് മാത്രമല്ല. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഹലോ, ലിയാഖത്തലിയാണോ? അതെ. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോ തകൃതി നടക്കുന്നുണ്ടല്ലോ, എന്താണ് വിഷയങ്ങളൊക്കെ? തകൃതിയായിട്ട് എന്ത് നടക്കണു? ചാനലിലൊക്കെ ഇങ്ങനെ കാണണ്ടേ? എന്റെ വീഡിയോസോ? ശരി. അപ്പൊ അതിൽ ഓരോരുത്തരുടെ കോളൊക്കെ ഇങ്ങനെ സംസാരിക്കും, വളരെ പൊട്ടത്തരായി തോന്നുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചതാ. എന്താ ചെയ്തു? യുക്തിവാദികളാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ആർക്കാ യുക്തി ഇല്ലാത്തത്? ആർക്കാ യുക്തി ഉള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും യുക്തി ഉപയോഗിച്ചിട്ട് ജീവിക്കുന്നവരാണ്. അല്ല, യുക്തി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നത് ഒരു യുക്തിയല്ലേ? അതല്ല പറഞ്ഞ, ഇപ്പൊ യുക്തിവാദികൾ എന്ന് പറയുന്നുണ്ട്. യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താന്ന് യുക്തിവാദം എന്നൊരു വാദം ഇല്ല, വാദിക്കേണ്ട കാര്യമല്ലേ. യുക്തിയാണ് പ്രധാനമായിട്ട് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരു സാധനമാണല്ലോ യുക്തി. ചിന്ത എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചത് ഒരു യുക്തിയല്ലേ? അതല്ലേ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലേ യുക്തി മനുഷ്യനെ വ്യത്യസ്തമാക്കി തരുന്നതാണ് അല്ലേ? തരുന്നതാണെന്നോ? ഉള്ളതാണെന്നോ? മറ്റുള്ള ജീവികൾക്ക് ഇല്ലാത്ത ഒന്നല്ലേ? അതെ. അതാരപ്പ അങ്ങനെ വെച്ചത്? മറ്റുള്ള ഇതില്ലാതെ ഒരു മനുഷ്യർക്ക് വേറെ വെക്കണല്ലോ. ആര് വെക്കണം? മനുഷ്യര് സ്വയം ആർജിച്ചതാണ്. മറ്റുള്ളവർക്കൊന്നും സ്വയം എന്താ ആർജിക്കാൻ കഴിയാത്തത്? അതുകൊണ്ടല്ലേ മനുഷ്യനായിട്ടിരിക്കണേ. മനുഷ്യൻ എന്നുള്ള വർഗത്തിന് നമുക്ക് ഒരാളുടെ അടുത്ത് ഇപ്പൊ ഒരാൾക്ക് കൊമ്പുണ്ട്, ഒരാൾക്ക് കൊമ്പില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ ഉണ്ടാക്കിയതാണ് വരൂലല്ലോ. ഒരു കാര്യത്തിന് തെളിവ് അതിന്റെ സ്വന്തം നിലക്ക് തെളിവ് വേണം. അത് നിങ്ങൾ പറഞ്ഞ ഒന്നോ രണ്ടോ മനുഷ്യർക്കാണെങ്കിൽ ഓക്കെ. എല്ലാ മനുഷ്യർക്കും യുക്തിയിലുണ്ടല്ലോ. എന്താ? എല്ലാ മനുഷ്യന്മാർക്കും അതുകൊണ്ടാണ് അത് ഒന്നോ രണ്ടോ ആൾക്കാണ് യുക്തിയെങ്കിൽ അപ്പൊ നമുക്ക് വിചാരിക്കത് പിന്നിലിരുന്ന് ആരോ തിരികേറ്റി വിടണാണെന്ന്. അങ്ങനെയല്ല. അതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ് നമ്മള് തോന്നുന്നത്. മനുഷ്യവർഗമായിട്ടുള്ള ആ വർഗത്തിനോട് വേർതിരിച്ച എന്താ മനസ്സിലാക്കുക? വർഗത്തിനോട് വേർതിരിച്ചല്ല, അത് ഗ്രാജുവൽ ആയിട്ട് മനുഷ്യന്റെ അത്രയും ഇല്ലെങ്കിലും കുറച്ചുള്ളവരുണ്ട്. അങ്ങനെ സമൂഹത്തില് അല്ലെങ്കിൽ ലോകത്ത് പലതരം ജീവജാലങ്ങളുണ്ട്. മനുഷ്യർക്ക് അത് മാത്രമല്ലല്ലോ, പല കഴിവുകളുണ്ടല്ലോ അതിൽ ഒത്തുചേർന്നത്. മനുഷ്യർക്കില്ലാത്ത പല കഴിവുകളും മറ്റു പല ജീവികൾക്കും ഉണ്ടല്ലോ. സംസാരശേഷി ഹയവാൻ നാത്തിക്കാണ്, വൈറുനാത്തിക്ക് വേറെ ഉണ്ട്. അപ്പൊ അറബിയിൽ പറഞ്ഞുകൊണ്ട് ദൈവികമാവോ? അറബിയിൽ പറഞ്ഞപ്പോ ഏത് ഭാഷ ഉപയോഗിക്കാം? ഞാൻ പറഞ്ഞ നാത്തിക്ക് എന്നാണ് സംസാരിക്കുന്ന ആളിനെ അർത്ഥവും. അതെ, പറഞ്ഞ അത് എനിക്ക് മനസ്സിലാകാത്തോണ്ടല്ല ഞാൻ ചോദിച്ചത്. അത് അറബിയിൽ പറഞ്ഞാല് അത് ദൈവികതയ്ക്ക് തെളിവാവൂലല്ലോ. ദൈവികത തെളിവാന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. സംസാരിക്കാൻ കഴിവില്ലാത്ത ഭാഷയില്ലാത്ത മനുഷ്യന്മാരില്ല. പറഞ്ഞു പോവല്ലേ, ഞാൻ പറഞ്ഞതിന് മറുപടി. നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞു കേൾക്കണില്ലേ? നിങ്ങൾ എന്ത് കേൾക്കണ്? നിങ്ങൾ എന്തോ മനസ്സ് വിചാരിച്ച് എന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ യുക്തി എന്നാണ് സാധനം മനുഷ്യർക്ക് ഇങ്ങനെ ഉണ്ടായ പെട്ടെന്നാണ് വെറുതെ ഉണ്ടായതാണെന്നുള്ള നിലക്കുള്ള പെട്ടെന്ന് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളെ വിശ്വാസമല്ല അങ്ങനെ ഉണ്ടായത്. എങ്ങനെ നിങ്ങൾ പറയും? അത് ഗ്രാജുവൽ ആയിട്ട് മനുഷ്യന്റെ സാമൂഹികവും ജൈവപരവുമായിട്ടുള്ള പരിണാമത്തിലൂടെ സംഭവിച്ചതാണ്, ആർജിച്ചതാണ്. പരിണാമം അല്ലെ? മറ്റുള്ള ഒരു ജീവികൾക്കും ഇല്ലാത്തൊരു പരിണാമം. എല്ലാ ജീവികളിലും പരിണാമം സംഭവിച്ചിട്ടുണ്ട്. അതന്നെ, മറ്റുള്ള ജീവികൾക്ക് ഇപ്പൊ യുക്തി അതെ അതെ അതാണ് പരിണാമത്തിന്റെ തെളിവ്. അതിങ്ങനെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്, അല്ല ഇത് ഉദ്ദേശത്തോടു കൂടി ആരും ചെയ്തതല്ലോ. ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങളെ യുക്തി എന്ന് പറയേണ്ട സ്വന്തം ഇതിൽ പറയുന്നതിന് എന്തെങ്കിലും യുക്തി വേണ്ടേ? അതാ പറഞ്ഞതേ, നിങ്ങൾ പറയണതിനാണ് യുക്തി ഇല്ലാത്തതേ. നിങ്ങളൊന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടായതെന്ന്. ഞാൻ പറയണത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് സൃഷ്ടിച്ചൊരു പിന്നിലെ ശക്തി ഉണ്ട്. എന്തിന്? എല്ലാവരും യുക്തി എന്താ? അതായത് അതിന് യുക്തി ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മെറ്റീരിയൽസ് ആണ്.
മെറ്റീരിയൽസ് ഇല്ലാത്ത എന്താ ഉള്ളത് പറയും. ഞാൻ ചോദിക്കുന്നത് അല്ല നിങ്ങൾ പറയും, നിങ്ങൾ ചോദിക്കാൻ മറുപടി മെറ്റീരിയൽസ് ലോകത്തുള്ള മുഴുവൻ മെറ്റീരിയൽ ആണോ അല്ലേ? മെറ്റീരിയൽ തന്നെയാണ്. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി. എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇടങ്ങാറാണ്? നിങ്ങൾ ശ്വാസം മുട്ടണെന്തിനാ? നിങ്ങളിപ്പോ മനുഷ്യൻ എന്തുകൊണ്ട് തെറ്റിക്കാണ്. അത് ശരി, നിങ്ങൾ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചാൽ അല്ല ഇങ്ങനെ വാദിക്കപ്പോ ആർക്കും വാദിക്കേ. നിങ്ങളടുത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചു സുഹൃത്തെ, അതായത് നിങ്ങൾ എന്നോട് ചോദിച്ചു യുക്തി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ പരിണാമത്തിലൂടെ ജൈവവും അതല്ലെങ്കിൽ സാമൂഹികവുമായിട്ടുള്ള പരിണാമത്തിലൂടെ അവരുടെ ജീവപരിണാമത്തിലൂടെ മനുഷ്യനെ ആർജിച്ച അറിവും എല്ലാം കൂടെ പ്രയോഗിക്കുന്ന ഒരു രീതി ശാസ്ത്രത്തിന്റെ പേരാണ് യുക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു വസ്തുവല്ല. പറഞ്ഞുതരാം, പറയട്ടെ സുഹൃത്തുക്കൾ, കംപ്ലീറ്റ് ചെയ്യട്ടെ. പറഞ്ഞതെന്ന് തിരിച്ചുള്ളൂ, ബാക്കി പറഞ്ഞോളൂ. പറഞ്ഞുതരാം. ജനിച്ചു വീണ കുട്ടി ആദ്യം ആർജിച്ചതില്ലല്ലോ, അത് മനുഷ്യന്റെ പിന്നിൽ വന്നോണ്ടുണ്ടായതല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞ അതിന് മനുഷ്യൻ ആർജിച്ചുണ്ടായതാണ്. ഈ ജനിച്ചു വീണ കുട്ടിയോടെ ആർജിച്ചു. ഈ ഏത് മനുഷ്യനെ ആർജിക്കാറ്? നിങ്ങൾ സ്വന്തത്തിൽ ആർജിച്ചെടുത്തതല്ല നിങ്ങൾ ജീവിക്കുന്ന ജീവിതം മൊത്തത്തില്. നിങ്ങളെ സ്വഭാവം നിങ്ങൾ മാത്രം ആർജിച്ചതല്ല. നിങ്ങളെ ജനിതക ഘടന, ജീന്, അത് നിങ്ങളെ പിതാവിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നിക്കലി പറയാം. അങ്ങനെയല്ല. അത് ഞാൻ പറയട്ടെ, പിതാവിൽ നിന്ന് പറഞ്ഞ പിതാവാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാവ് തന്നെ. പിതാവ് എങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ട് നിങ്ങളൊരു മറുപടി അറിഞ്ഞല്ലോ. നിങ്ങൾ പിതാവിൽ നിന്നാണ് പറഞ്ഞു, അതിന് മറുപടി പറയും, എന്നിട്ട് പോയി. എങ്ങോട്ട് പോണേ? നമ്മൾ എവിടുക്ക വരുന്നേ? എവിടുന്ന വരുന്നേ? യുക്തി എന്നല്ലേ വരുന്നേ? നിങ്ങൾ പറഞ്ഞ കാര്യമില്ലല്ലോ. നിങ്ങൾ എന്നോട് എന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചാണ് എന്നെ സംസാരിക്കാൻ സമ്മതിക്കണം. അതന്നെ, അത് കേൾക്കണം, അതിന് മറുപടി പറയണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ പിതാവിൽ നിന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഈ പിതാവ് ഇതന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. കംപ്ലീറ്റ് ചെയ്തപ്പോ വിട്ടുപോകൂലേ? എവിടേക്ക് വിട്ടുപോകണം? നിങ്ങൾ പറഞ്ഞോടത്തേക്കാണ് വരുന്നതേ. നിങ്ങൾ എവിടുന്ന വിട്ടുപോകാൻ? ഇങ്ങനെ പറയാ, വെയിറ്റ്. ഓക്കെ, യുക്തി ഇതല്ല ചോദ്യം. യുക്തി എങ്ങനെ മനുഷ്യന് മാത്രമായിട്ടുണ്ടായി? ഇതല്ല നിങ്ങളെ ചോദ്യം. അതാണ് പറയണത്. അതിന്റെ ഇടയിൽ കിടന്ന് നിങ്ങൾ ബഹളം വെക്കല്ലേ? ഓക്കെ, വിവേക ബുദ്ധി ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് മനുഷ്യന് യുക്തി പ്രയോഗിക്കുന്നത്. അതായത് നിങ്ങൾ കേൾക്കുവോ? മനുഷ്യൻ എന്ന് പറയുന്ന ജീവിവർഗത്തിന്റെ പരിണാമപരമായിട്ടുള്ള അനുകൂലകത്തിലൂടെ മനുഷ്യൻ ശാരീരികമായിട്ട് പരിണാമം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയട്ടെ സുഹൃത്തെ, നിങ്ങൾ യുക്തിയിലേക്ക് എത്തണ്ട. നിങ്ങൾക്ക് യുക്തിയിലേക്ക് എത്തണോ വേണ്ടേ? അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതാണ് വിഷയം. ആ പരിണാമത്തിന് പിന്നിലെ ശക്തി വേണം, അല്ലെങ്കിൽ പരിണാമം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പരിണാമത്തിന്റെ പിന്നിലെ ശക്തിനെയാണോ അന്വേഷിക്കുന്നത്, യുക്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? യുക്തി വേണമെങ്കിൽ ശക്തി വേണം. അപ്പൊ യുക്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോ ശക്തി പറയേണ്ടി വന്നു. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. ഇപ്പൊ നമ്മൾ സംസാരിക്കേണ്ടത് യുക്തിനെ കുറിച്ചാണോ ശക്തിനെ കുറിച്ചാണോ? ഇപ്പൊ സംസാരിക്കുന്ന ശക്തിയോട് കൂടെയുള്ള യുക്തി. ഇപ്പൊ നിങ്ങൾ വന്നത് യുക്തിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ? അതന്നെ, അത് പറയട്ടെ. എന്നിട്ട് അത് പറഞ്ഞിട്ട് നമുക്ക് ശക്തിമുക്ക് പോവാം. സമയമുണ്ട്. നിങ്ങൾ കുറച്ച് ക്ഷമ കാണിക്ക്. ഞാനും കാണിക്കും, നിങ്ങളും കാണിക്കണം. ഓക്കെ, അപ്പൊ ഇനി കേക്ക്. ഓക്കെ, അങ്ങനെ കേവലമായ ജൈവ പരിണാമല്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് മനുഷ്യൻ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ പരിണമിച്ച് ആ മനുഷ്യന്റെ തലച്ചോറിന്റെ വികാസം ഉണ്ടാവുന്നുണ്ട്. സാമൂഹികമായിട്ടുള്ള കേരള സുഹൃത്ത് വികസിക്കുന്ന പരിണാമം എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ ഉണ്ടാവില്ലല്ലോ. ഇതിനൊക്കെ ഒരു കാരണം വേണ്ടേ? എന്നാ കാരണം എന്താ? അതാ ചോദിക്കുന്നത്. നിങ്ങളിപ്പോ യുക്തിമക്ക് പോണ താല്പര്യമില്ലാന്ന് മനസ്സിലായി. ഇനി നമുക്ക് ശക്തിമക്ക് പോവാം. നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ സുഹൃത്തെ. ഒരു കാര്യങ്ങൾ എന്റെ അടുത്ത് ഒരു കാര്യം അറിയാൻ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് യുക്തി എന്നുള്ള എന്താ തെളിവ്? അത് പറഞ്ഞാൽ നിങ്ങൾ പറയണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇതിനെ ഞങ്ങളെ നാട്ടില് തൂറി തോൽപ്പിക്കാന്ന് പറയാം. അതിന് വിളിച്ചതാണോ നിങ്ങൾ? മറുപടി അറിഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ റേഡിയോ പറഞ്ഞു. അപ്പൊ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്ക് സുഹൃത്തെ. ആദ്യം നമുക്ക് ആദ്യം ഒരു പോയിന്റിൽ നിൽക്കാം. അതായത് നിങ്ങൾക്ക് ഈ യുക്തിയും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടാവണം എന്ന ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഒരു മിനിറ്റ്, അത് നിങ്ങളുടെ നിർബന്ധമാണ്. ആ നിർബന്ധമുണ്ട് എന്നതിന്റെ പിന്നിലുള്ള എല്ലാത്തിനും നിർബന്ധമുണ്ട്. മെറ്റീരിയൽസ് വേണമെങ്കിൽ അൺമെറ്റീരിയൽ നിർബന്ധം. ശാസ്ത്രം തെളിയിച്ചല്ലേ? ആര് തെളിയിച്ചത്? ശാസ്ത്രം പറഞ്ഞു. മെറ്റീരിയൽസിന് പിന്നിൽ അൺമെറ്റീരിയൽ ഇല്ലാതെ നടന്ന സംഭവം ശാസ്ത്രത്തിലൂടെ അല്ല. നിങ്ങളിപ്പോ പറഞ്ഞ ശാസ്ത്രത്തിന്റെ തെളിവുകൾ എവിടുന്ന് എടുത്തു പറഞ്ഞതാ? അല്ല, ന്യൂട്ടൺ പറഞ്ഞെന്താ? ഏത് ന്യൂട്ടൺ?
ന്യൂട്ടൺ അറിയില്ല? ഏത് ന്യൂട്ടൺ? എന്ത് പറഞ്ഞു നിങ്ങൾ പറയും? ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ന്യൂട്ടൺ അറിയോ? ഗുരുത്വാകർഷണ ബലത്തിൽ ഇതെന്ത് മെറ്റീരിയൽ അൺമെറ്റീരിയൽ ന്യൂട്ടൺ ഞാൻ പറഞ്ഞ കേൾക്കുന്ന ജനങ്ങളും ഇപ്പൊ നിങ്ങളെ വിഷയം പറഞ്ഞു. അപ്പൊ സുഹൃത്തെ, നിങ്ങൾ യുക്തിനെ കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്. അതൊക്കെ പലരും പറയേണ്ടി വരൂലേ? അത് പറയുമ്പോ ഒരു കാര്യം വിഷയം ഭരിക്കുമ്പോ അതിനെപ്പറ്റി എന്തെല്ലാം പറയേണ്ടി വരും? അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് പോയി. അപ്പൊ നിങ്ങൾ അങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് ഇതിപ്പോ നമുക്ക് വേറെ മാർഗമില്ലല്ലോ. നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പോ എന്നെ വിളിച്ചതാണോ ഞാൻ നിങ്ങളെ വിളിച്ചതാണോ? ഞാൻ നിങ്ങളെ വിളിച്ചേക്കെന്താന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? ഒരു മിനിറ്റ്, എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത്? ഞാൻ വിളിച്ചത് ഇവിടെ ഒരു യുക്തി ഒരു മനുഷ്യർക്ക് മാത്രം വന്നു പോണെങ്കിൽ അതിന്റെ പിന്നില് ഒരു ശക്തി പ്രവർത്തിക്കാതെ നടക്കൂല എന്ന് പറയാനാണ്. ഒരു മിനിറ്റ്, പല വീട്ടിലും പറയുന്നില്ല. നിങ്ങളിപ്പോ എന്നെ വിളിച്ചത് മനുഷ്യർക്ക് മാത്രം യുക്തി ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ശക്തി ഇല്ലാതെ പറ്റൂല എന്ന് എന്നോട് പറയാൻ വിളിച്ചതാണോ? അത് പറയാനില്ല. നിങ്ങൾ പറഞ്ഞോ? പല വീടുകളിലും അത് നിങ്ങളിപ്പോ പറഞ്ഞു കഴിഞ്ഞോ? അത് ശരിയല്ല, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വിളിച്ചത്. അത് പറഞ്ഞു കഴിഞ്ഞോ? അത് നിങ്ങൾക്ക് താല്പര്യം കട്ടായിക്കോളി. നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കോളി. അപ്പൊ എന്നോട് ചോദിക്കാൻ വിളിച്ചതല്ല, നിങ്ങൾ ഇന്ന ഒരു കാര്യം പഠിപ്പിക്കാൻ വിളിച്ചാണ്. പഠിപ്പിക്കാനല്ല, പറഞ്ഞുതരാൻ, എന്നെ ബോധ്യപ്പെടുത്താൻ. അതാണ് എനിക്ക് തോന്നിയതേ. ഇവരല്ലാത്ത കുറെ ആളുകൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. ഒരു പാവങ്ങള് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട്. അതിപ്പോ നമുക്ക് ഉത്തരവാദിത്തമുള്ള കാര്യമല്ലല്ലോ. അത് നിങ്ങളല്ലേ ഉസ്താദ്മാരില്ല മദ്രസ പഠിപ്പിക്കുന്നത്? മദ്രസയിൽ അമർത്തിക്കേണ്ടെന്ന് ആരാ നിങ്ങൾ കണ്ട? അല്ല, സാധാരണഗതിയിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഉസ്താദ്മാരല്ലേ മദ്രസ പഠിപ്പിക്കുന്നത്? ഉസ്താദ്മാരൊന്നും വേണ്ട, എന്റെ ഉസ്താദാണ്. അല്ല, ഉസ്താദ്മാരല്ലേ മദ്രസ പഠിപ്പിക്കണേ? നമ്മൾ ഉസ്താദൊന്നുമല്ല, നമ്മളിതൊക്കെ പഠിക്കുന്നു. നിങ്ങൾ എനിക്ക് പറഞ്ഞേരി, ഈ യുക്തി മനുഷ്യർക്ക് മാത്രമായിട്ട് യുക്തി ഉണ്ടായതിന്റെ പിന്നിലുള്ള ശക്തി അതൊന്ന് പറഞ്ഞേരി, എനിക്ക് വിശദീകരിച്ച്. അതായത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ആളും ചോദ്യം ചോദിക്കുന്ന ആളുമാണ്. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന ആളാണ്. നമുക്ക് അറിയാൻ വേണ്ടിട്ടല്ലേ? ശരി, നമ്മളൊക്കെ സ്റ്റുഡൻസ് അല്ലേ? പറയും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കിയ എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെ? വല്ലാത്തൊരു കഥ. നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും, നിങ്ങളുടെ ആശയങ്ങൾ എനിക്ക് പറഞ്ഞുതരും. എന്റെ ആശയം എന്താന്ന് വെച്ചാല് ഈ ലോകത്തിന്റെ പിറകില് ഒരു അൺമെറ്റീരിയൽസ് ആയ ശക്തി ഇല്ലാതെ ഒരു മെറ്റീരിയൽസും വെറുതെ ഈ പ്രപഞ്ചം എന്ന് പറയാൻ പാടില്ല. പ്രപഞ്ചം ഒന്നുമല്ലത്. ഈ ലോകത്തിലെ ഗാലക്സികളിൽ നിന്ന് ഒരു കടുകുമണി അത്ര മാത്രമേ ഭൂമിയുള്ളൂ. ആ ഭൂമിയിൽ നിന്നുള്ള ഒരു അത്തി ഇരുമ്പിന്റെ മാതിരി എന്താ പറയാ, നമ്മൾ അത്രയും വളരെ മൈക്രോസ്കോപ്പ് നോക്കിയാൽ കാണാം അണുക്കളുണ്ടല്ലോ. അത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മളൊക്കെ. ഈ അണുക്കളുടെ ഇടയിലുള്ള ഈ സ്വന്തം ബുദ്ധിന്റെ അത് വെച്ചിട്ടാണ് നിങ്ങൾ വലിയൊരു ലോകത്തിൽ പിന്നെ ആരും ഇല്ല എന്ന് പറയുന്നത്. എന്തൊരു യുക്തിരഹിതവാദം. അതാ ഞാൻ പറഞ്ഞോണ്ടില്ല. അപ്പൊ ഇത് അപ്പൊ നിങ്ങൾ പല വീഡിയോയിലും പറയുന്നുണ്ട്, പലരും ചോദിക്കുമ്പോ ദൈവം ഇല്ലാതൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ കണ്ടെത്തിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ അറിഞ്ഞിട്ടില്ലാത്തൊക്കെ ഇല്ലാന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ അതിലേക്ക് ഞാൻ എത്തിക്കണം. നിങ്ങൾ അതിന് പറയട്ടെ, ഒരു മിനിറ്റ്. നിങ്ങളിപ്പോ പറഞ്ഞതിലുള്ള ഒരു കാര്യം പറയാം. അതായത് ഈ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അതിന്റെ ഇല്ല എന്ന് വാശി പിടിക്കേണ്ട കാര്യം എനിക്കില്ല. എന്തുകൊണ്ട് നിഷേധിക്കുന്നു? അതാണ് നിങ്ങൾ നിഷേധിച്ചു പോയാൽ. എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് നിഷേധാവുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ബോധ്യപ്പെടല് എങ്ങനെ എല്ലാം പിന്നെ ഒരു മനുഷ്യർക്ക് ഈ ദുനിയാവിനെ ബോധ്യപ്പെട്ടോണമെന്നുണ്ടോ? ബോധ്യപ്പെട്ടതല്ലേ ബോധ്യപ്പെടുള്ളൂ. അതൊക്കെ, പക്ഷെ ആ ബോധ്യപ്പെടല് നിങ്ങൾ കണ്ടത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അവിടെ ഇല്ല, നമുക്ക് ബോധ്യപ്പെട്ടതേ നമ്മൾ ബോധ്യമായിട്ട് പറയുള്ളൂ. അതേ വിശ്വസിക്കുന്നുള്ളൂ നിങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്നിലും. എന്താ ഒന്നിലും? എന്തിനാ വിശ്വസിക്കണം? എന്തിനാ? നിങ്ങളുടെ പിന്നെ ഉമ്മാന്റെ ഉപ്പാന്റെ മകനാന്ന് നിങ്ങൾ വിശ്വസിക്കണില്ല? ഇല്ല, അതെന്റെ ബോധ്യമാണ്. എങ്ങനെ ബോധ്യം? ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. ചിലപ്പോ എന്റെ ബോധ്യങ്ങൾ എനിക്ക് അതേപോലെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയൂല. നിങ്ങൾ അങ്ങനെ ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയണല്ലോ. എനിക്ക് ബോധ്യം നിങ്ങൾക്ക് ബോധ്യം വന്നു. എനിക്ക് എന്റെ വിശ്വാസം എങ്ങനെ? നിങ്ങൾ പറഞ്ഞ പ്രവാചകൻ എന്ത് വിശ്വാസങ്ങൾ വിശ്വസിച്ചാൽ വർത്തനം എനിക്ക് മുഹമ്മദിനെ വിശ്വാസമല്ല. ചോദിക്കാലായിരിക്കും. നിങ്ങൾ മാതാവിനെ എന്തുകൊണ്ട് വിശ്വസിച്ചു? നിങ്ങളെ വെറുതെ വിശ്വാസമല്ല അത്. അല്ല, അത് എനിക്ക് അത്ര ബോധ്യം ഉള്ളത് കൊണ്ടാണ്. ആ ബോധ്യം എങ്ങനെ വന്നു? ആ ബോധ്യം അത് എങ്ങനെ വന്നു എന്ന് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. എന്റെ ഉമ്മാനെ കുറിച്ചുള്ള എന്റെ ബോധ്യം അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാന്? മോശമായി ചോദിക്കൊന്നുമില്ലല്ലോ. എന്താണ് മാതാവിനെ പറ്റി ചോദിക്കാൻ മോശം? അതാ പറഞ്ഞത്. അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല സുഹൃത്തെ. നിങ്ങളെ പിതാവ് ആരാണെന്നുള്ളത് നിങ്ങളെ ഉമ്മാന്റെ മകനാണ്. എന്റെ ഉമ്മാന്റെ മകനാണ്. അങ്ങനെ ലോകത്ത് സുഹൃത്തെ ഒരു വിശ്വാസം ഉണ്ടാവില്ല. അത് വെറുതെ യുക്തിരഹിതവാദം. ശരി, അപ്പൊ യുക്തിവാദം പറഞ്ഞാണ്ട് ജനങ്ങളെ ബഹളം ഉണ്ടാക്കാതെ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ വിളിച്ചത് പറയും. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഇതിന്റെ പ്രപഞ്ചത്തിന്റെ പിന്നത്തെ ശക്തി പറഞ്ഞതരല്ലേ?
ജനങ്ങളിങ്ങനെ പ്രബോധനം എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഈ ബോധ്യപ്പെടുത്താതിരിക്കണം. അതാണ് വിഷയം വരുന്നത്. നിങ്ങൾക്ക് മാതാവിന് ബോധ്യപ്പെട്ടവരും പോലെ പഠിച്ചവനെ ബോധ്യപ്പെട്ടവരും പ്രവാചകനെ എനിക്ക് എന്റെ ഉമ്മ പറയുന്നത് പോലെ വിശ്വസിക്കാവുന്ന പറച്ചിൽ പറഞ്ഞ ആളാണ് മുഹമ്മദ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ലാന്ന്. അതെന്റെ ബോധ്യമാണെന്ന് നിങ്ങൾ പറയണോ? എന്തുകൊണ്ട് തോന്നിയില്ല? ഇഷ്ടം പോലെ കാരണങ്ങൾ കൊണ്ട് തോന്നിയിട്ടില്ല. ഒരു കാരണം പ്രവർത്തനം കൊണ്ട് തോന്നിയിട്ടില്ല. ചെയ്തികള്, പ്രവർത്തനങ്ങള്, എഴുതി വെച്ച നിയമങ്ങള്. എഴുതി വെച്ച നിയമങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ആ എഴുതി വെച്ച നിയമങ്ങളൊക്കെയാണെന്ന് ഉറപ്പുണ്ട് നിങ്ങൾക്ക്? എനിക്ക് ഉറപ്പില്ല. ഒരു ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ പഠിക്കണോ? എന്താ പഠിക്കേണ്ടത്? കാണുമ്പോഴേക്ക് ഞാൻ മനസ്സിലാക്കിയ ശരി, ഞാൻ പിടിച്ച പറയണ്ടേ. ഇതിപ്പോ എന്താ വെച്ചാല് നിങ്ങള് ഒരു വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചാണ്. സ്ഥലം മുട്ടുമ്പോ ആര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാണ്. നിങ്ങൾ പറഞ്ഞു തരൂ, ഞാൻ കേൾക്കാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരുന്നില്ല. അപ്പൊ നിങ്ങൾ വേറെ എവിടെയോ പോവാണ്. ഞാൻ പറഞ്ഞു നിങ്ങള് ആരിഫ് ഹുസൈൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ പോണ ചിന്ത വേറെ ചില നേട്ടങ്ങളാണ്. കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ആൾക്കാർ എന്താണ് അല്ല നിങ്ങൾ പറഞ്ഞതിൽ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ മുസ്ലിമാന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളപ്പം നിൽക്കും, നിങ്ങൾ എതിർക്കൂല. നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും യുക്തി തെളിയിക്കണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്നെ സംസാരിക്കാൻ സമ്മതിക്കോ? തീരെ സമ്മതിക്കൂല. നിർബന്ധിച്ചിട്ടുള്ള വിളിയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഉദ്ദേശം നടക്കട്ടെ എന്ന് വിചാരിക്കാം. നമുക്ക് അങ്ങനെ വാശിയൊന്നുമില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നും ആ ശക്തി നിർബന്ധമാണ് തെളിവ് സഹിതം. അതാ ഞാൻ പറഞ്ഞത്. സുഹൃത്തെ, ഞാൻ സംസാരിക്കട്ടെ സുഹൃത്തെ. ഇതിന് മാത്രം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇത്ര നേരം ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടോളാം. പക്ഷെ നിങ്ങൾ കേൾക്കൂല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല. നിങ്ങൾ പറയുന്ന പോയിന്റിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കും. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കും. ഞാൻ ഇത്ര നേരം നിങ്ങളെ കേൾക്കുന്നത് എന്റെ ബോധ്യങ്ങളും എന്റെ വാദങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പറഞ്ഞുതരാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ കേൾക്കുന്നേ ഇല്ല. നിങ്ങൾ എന്നെ വിളിച്ചത് ഒന്നുകൂടി ഒന്നും കൂടി ഇതിനൊന്ന് റീഫ്രെയിം ചെയ്യാം. നിങ്ങൾ എന്നെ വിളിച്ചത് മനുഷ്യർക്ക് മാത്രം എന്തുകൊണ്ട് യുക്തി ഉണ്ടാവുന്നു എന്ന് എന്നോട് ചോദിക്കാനാണ് എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. വെയിറ്റ് ചെയ്യണേ, ഇടയ്ക്കറിയരുത്. അത് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പം നിങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ശക്തി വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശക്തിയിലോട്ട് പോയി. അപ്പൊ നിങ്ങൾ അവിടെ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി, അപ്പൊ നമ്മൾ ശക്തിയാണോ യുക്തിയാണോ സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്യ് സുഹൃത്തെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ? ബഹളം ഉണ്ടാക്കി ജയിക്കാൻ വിളിച്ചതാണോ നിങ്ങള്? നിങ്ങൾ ബഹളം ഉണ്ടാക്കാൻ വിളിച്ചതാണോ? ബഹളം ഉണ്ടാക്കാൻ വിളിച്ചതാണോ സംസാരിക്കാൻ വിളിച്ചതാണോ? പറഞ്ഞു പോണത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഇത് കഴിഞ്ഞിട്ട്. എന്നാ ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്താ തെറ്റ് പറയും? ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ യുക്തി എന്താണ് മനുഷ്യർക്ക് കൊടുത്ത വിഷയത്തെ പറ്റി വിളിച്ചു നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ പിന്നീട് നിങ്ങൾ മറ്റേ ശക്തിയിലേക്ക് ഞാൻ പോയി എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഉണ്ടായത്. അല്ല പിന്നെന്താ ഉണ്ടായത്? ശക്തി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ശക്തി ഉണ്ടാവൽ നിർബന്ധമല്ലേ എന്നുള്ളതിലേക്കാണ് ഞാൻ പോയത്. അതന്നെ ശക്തി എന്ന് പറഞ്ഞതേ. ശക്തിയിലേക്ക് നിങ്ങൾ പോയി തന്നെ ഞാൻ പറഞ്ഞതേ. ഓക്കെ, ഇനി കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇനി അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ ശക്തിയിലേക്ക് പോയി. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ. നിങ്ങളോട് ചോദിച്ചു യുക്തിമ സംസാരിക്കണോ ശക്തിമ സംസാരിക്കണോ? അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു യുക്തിക്ക് പിന്നിൽ ശക്തി ഉണ്ടായേ പറ്റുമോ, നിർബന്ധമാണ് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം എനിക്കില്ല. നിങ്ങൾ അത് എനിക്ക് പറഞ്ഞു തരാൻ വിളിച്ചതാണോ എന്നോട് സംസാരിക്കാൻ വിളിച്ചതാണോ ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്നെ ബോധ്യപ്പെടുത്താൻ വിളിച്ചതാണെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ കേൾവിക്കാരനായി നിങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പാകത്തിന്, അത് മനസ്സിലാക്കാൻ പാകത്തിന് ഇരിക്കുകയാണ്. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. അങ്ങനെ നമ്മൾ ബോധ്യപ്പെടാൻ തയ്യാറായിട്ട് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ തയ്യാറായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിനകത്ത് നമ്മൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം ചെറിയ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഭൂമിയും അതിലെ മനുഷ്യനും എന്നൊക്കെ പറഞ്ഞു. എന്റെ യുക്തിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പൊ ഇതിനു പിന്നിൽ മഹാശക്തി ഉണ്ടാകൽ നിർബന്ധമാണ് എന്നാണ് നിങ്ങളുടെ വാദം. അപ്പൊ അങ്ങനെ ഒരു ശക്തി ഇല്ല എന്ന് ഞാൻ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല എന്നൊരു വാദമല്ല എന്റേത്. അങ്ങനെ ഒരു ശക്തി ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ് എന്റെ വാദം. നിങ്ങൾ പോയിന്റിലേക്ക് വരൂലാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ പോയിന്റിൽ പിൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ അവിടെ സംസാരിക്കണം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ
അങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോ ആ ഒരു ബോധ്യപ്പെട്ടിട്ടില്ലായ്മ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ വിശ്വാസം എന്താണ്, ബോധ്യം എന്താണ്, വാപ്പാന്റെ കാര്യത്തിൽ എന്ത് വിശ്വാസമുള്ളതെന്നൊക്കെയുള്ള വളരെ LKG ചോദ്യങ്ങൾ ചോദിച്ചത് ഞാൻ സമ്മതിച്ചു. അത് തമാശ രൂപത്തിലെടുത്തു. വെയിറ്റ് ചെയ്യ് സുഹൃത്തെ, വെയിറ്റ് ചെയ്യ്, എന്റേത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ സംസാരിച്ചോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് തിരിച്ച് നിങ്ങള് ഞാൻ പോയിന്റിലേക്ക് കൊണ്ടുവരാണ്. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ കാണുന്ന അണ്ടകടാഹം അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണുള്ളത് അതിന്റെ പിന്നിൽ ഒരു ശക്തി വേണം എന്ന നിർബന്ധമായ ഒരു അവസ്ഥയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിന്റെ ഒരു കാരണം കൂടി പറയാം. ശാസ്ത്രം പഠിച്ചിട്ടില്ല എന്നർത്ഥം. ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. അപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല 2 കാരണങ്ങൾ കൊണ്ട്. കാരണം നിങ്ങൾ വിളിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലല്ല. ഒരു മിനിറ്റ്, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാനല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലാവണ പോലെ പറഞ്ഞേ. അതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ട് എന്നൊരു വിശ്വാസത്തിന്റെ മാത്രം ആളല്ല നിങ്ങൾ. ആ വിശ്വാസത്തിന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനൊരു പേരുണ്ട്, അതിനൊരു മതമുണ്ട്, അതിനൊരു ഗ്രന്ഥമുണ്ട്, അതിന് ചില ആരാധനാക്രമങ്ങളുണ്ട്. അതിനെ ഒരു പ്രവാചകൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ ശക്തി ഒരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അയാൾ ഒരു കിതാബ് കൊണ്ട് വന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇതൊക്കെ പറയാൻ വന്ന ആളാണ് നിങ്ങള്. ഓക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രപഞ്ചത്തിന്റെ അവസ്ഥ വെച്ചിട്ട് പോലും ഒരു കടുകുമണിയുടെ പോലും പ്രസക്തിയില്ലാത്ത ഒരു ഭൂമിയിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ജീവി, ആ ജീവിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന അയാൾ കക്കൂസ് പോകുമ്പോ ഏത് കാല് വെക്കുന്നു, അയാൾ കിടന്നുറങ്ങുമ്പോ ഏത് ഭാഗം ചെരിഞ്ഞു കിടക്കുന്നു, അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ബിസ്മി ചൊല്ലുന്നുണ്ടോ? നോക്കി നിൽക്കുകയോ അത് നോക്കാനും കിതാബിൽ രേഖപ്പെടുത്താനും ആളെ ഏർപ്പാടാക്കുകയും ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ നിങ്ങൾ അവിടെ നിങ്ങൾ എവിടേക്ക് നിങ്ങൾ പറഞ്ഞു തരും. ഇനി നിങ്ങൾ ഈ പ്രപഞ്ച ശക്തിയെ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞുതരാം. ഈ പ്രപഞ്ച ശക്തി പിന്നിൽ വേണമെന്നുള്ളത് ഇന്ന് ശാസ്ത്രപരമായിട്ട് ബുദ്ധി, നിങ്ങൾ യുക്തി എന്നൊക്കെ പറഞ്ഞല്ലോ, മനുഷ്യർക്ക് പിന്നെ പരിണാമപരമായി ഉണ്ടായതാന്നൊക്കെ നിങ്ങൾ വാദിച്ചല്ലോ. എന്റെ കേട്ടാ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ നിങ്ങളെ വാദം വെച്ച് പറയാണ്. നിങ്ങളുടെ വാദപ്രകാരം ഇങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ പരിണമിച്ചുണ്ടായി വന്ന ഈ യുക്തി വേറൊരു ജീവിയിലും പരിണമിച്ചുണ്ടായും ചെയ്തില്ല. അതെന്നെ യുക്തി ഇതാണ് പോട്ടെ. അപ്പോ ഇങ്ങനെയുള്ള ഈ മനുഷ്യന്റെ പിന്നിലൊരു ശക്തി ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ വാദിക്കുന്നത്. ഞാനാച്ച കണ്ടുപിടിച്ചിട്ടില്ല, ശക്തി ഉണ്ടോന്നും അറിയില്ല, ഇല്ലാന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ സത്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ബാക്കിലുള്ള കുറെ കഥകൾ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ, അത്രേ ഉള്ളൂ. നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കറക്റ്റ്. അതല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരൊറ്റ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചേക്ക് പോണം. സൂക്ഷ്മമായ ഒന്നുമല്ലാത്ത ഒരു ജീവിയാണല്ലേ നമ്മൾ മനുഷ്യര്, അല്ലെ? നേരത്തെ പറഞ്ഞു പോകണ്ടല്ലോ. ആ ഒരു മനുഷ്യനാണ് ഇപ്പൊ ഈ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഈ അണ്ടകടാഹങ്ങൾ പറഞ്ഞ പോലെ, അണ്ടകടാഹം എന്നാണ് അവിടെ നിൽക്കൂല, എത്രയോ ഗാലക്സികൾ, ഒരു ഗാലക്സിന്റെ തുരുമ്പ് മാത്രമേ അവിടെ. ആ ഗാലക്സികളൊക്കെ പടച്ച ആ നാഥനെ ഈ ഒരു തുരുമ്പ് പോലത്തെ സാധനം ചിന്തിച്ചിട്ട് എങ്ങനെ ഇല്ല എന്ന് പറയാൻ എന്ത് യുക്തിയിലുള്ളത്? ഒന്നാമത്തെ കാര്യം, ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പറയണ്ടല്ലോ, അതിന്റെ പിന്നിൽ എന്തിന്റെ പിന്നിലാണോ ഒരു ശക്തി വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അങ്ങനെ വിചാരിക്കുന്നതെങ്കിൽ, ആദ്യം അതെന്താണ് നമുക്ക് അറിയണ്ടേ. ഇപ്പൊ ഒരു സംഭവത്തിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ ആ സംഭവം, ആ സാധനം എന്താണെന്ന് അറിയണ്ടേ. ഞാൻ പറയട്ടെ, നിങ്ങളെ കുറെ കേട്ടില്ല, ഞാൻ പറയട്ടെ. കുറച്ചു നേരം, ഒരു മിനിറ്റ്. ഇല്ല, കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു വിഷയം എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താ അറിയോ, ഈ ഒരു സംഭവത്തിന്റെ പിറകിൽ അങ്ങനെയല്ല സംഭവം ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ളതൊക്കെ മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് അല്ലാത്ത ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. ആ മെറ്റീരിയൽസ് തന്നെ നമ്മൾ കാണുള്ളൂ. എവിടെ പോയാലും, ഇപ്പൊ ഏത് ഗോളങ്ങൾ പോയാലും, ഗ്രഹങ്ങളിൽ പോയാലും, ഈ ഗാലക്സികൾ മറികടന്ന് ഇപ്പോഴും മനുഷ്യർക്ക് ജീവിതകാലം മുഴുവൻ പോയാലും ഈ ഒരൊറ്റ ഗാലക്സി കടക്കാൻ പറ്റിയിട്ടില്ല. ആ മനുഷ്യനാണ് ഇനി അപ്പുറത്തൊന്നുമില്ല, ശക്തി ഇല്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചാൽ ആ വിത്തിത്തരങ്ങൾ. അപ്പൊ ഈ മനുഷ്യന് ഈ ഒരു ചെറിയ ഇതിൽ വെച്ചുകൊണ്ട് കണ്ട് സങ്കല്പിക്കൽ. അപ്പൊ അതിന്റെ ഒക്കെ പിന്നിൽ മെറ്റീരിയൽസ് ആണ് ആകെ കാണുന്നത്. അപ്പൊ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ അൺമെറ്റീരിയൽ ഉണ്ടായേ തീരുമെന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് മാത്രമാണ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുള്ളൂ എന്ന് ശാസ്ത്രം തെളിയിച്ചു എന്നല്ല നിങ്ങളെ വാദം? ചോദിച്ചു. അല്ല, അങ്ങനെയല്ല നിങ്ങളെ വാദം? അതെ.
അപ്പൊ ഒന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യ യുക്തി കൊണ്ട് കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾ പറഞ്ഞുതരും. അത് എന്തിന്റെ ബേസിലാണ് നിങ്ങൾ പറഞ്ഞുതരാം. അതിന്റെ സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ അല്ല, നിങ്ങൾ ശാസ്ത്രം പറയുന്നതെന്ന് പറഞ്ഞതിന്റെ തെളിവ് പറഞ്ഞത്. അല്ല, ശാസ്ത്രം പറഞ്ഞ തെളിവാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ പറയട്ടോ, വലിയ ലോകമാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വെറുതെ പറയാം, പ്രയോഗിക്കുക. പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും പിന്നെ ചലനം നടന്നുകൊണ്ടിരിക്കുന്നതിന് നിശ്ചലനമാക്കണമെങ്കിൽ, ചലനം നടക്കുന്ന സാധനമാണ്, അത് നിശ്ചലനമാവണമെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തി ഉണ്ടാവണം എന്നും, ചലിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അല്ല നിശ്ചലനമായ സാധനം ചലിപ്പിക്കണമെങ്കിലും, മനസ്സിലാവണില്ലേ? ഒരു പിന്നിലെ ശക്തി നടക്കൂല ശാസ്ത്രം തെളിയിച്ച് അടിവരട്ടതാ. അപ്പൊ ഈ ശക്തി, ഈ എനർജി എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണോ മെറ്റീരിയൽ ആണോ? എനിക്ക് പറഞ്ഞു, എനിക്ക് മനസ്സിലാവാനല്ലേ നിങ്ങൾ പറയണേ. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ? ഇൻമെറ്റീരിയൽ ആണെന്ന് ശാസ്ത്രം പറഞ്ഞു. പക്ഷെ ഇൻമെറ്റീരിയൽ കണ്ടുപിടിച്ചിട്ടില്ല ശാസ്ത്രം. ഇൻമെറ്റീരിയൽ ആണെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഇമ്മെറ്റീരിയൽ ആണ് ശക്തി എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അതായത് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെറുതെ എന്ത് ചെയ്യൂല, നിശ്ചലനമാവൂല. ഈ ശക്തി, ഈ എനർജീനെയാണോ നിങ്ങൾ ഇമ്മെറ്റീരിയൽ എന്ന് പറയുന്നത്? ബേക്കുന്നത് ചെയ്യുന്ന ശക്തി ഉണ്ടല്ലോ, ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ പെട്ടെന്ന് നിശ്ചലമാക്കണമെങ്കിൽ അപ്പൊ നിങ്ങൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെറ്റീരിയൽ എന്ന് ഇവിടെ കാണും മൊത്തം മെറ്റീരിയൽ. അപ്പൊ കാണുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ വാദിക്കുക? കാണുന്നതല്ല, അപ്പൊ കണ്ടത് മുഴുവൻ. നിങ്ങൾ മെറ്റീരിയൽ ഇമ്മെറ്റീരിയൽ എന്ന് പറയുന്നതും കാണുന്നതും കാണാത്തതെന്ന് പറയുന്നത് രണ്ടാണ്. മെറ്റീരിയൽ ആരും കണ്ടിട്ടില്ലല്ലോ. ഇതിന്റെ പിന്നിലുള്ള ശക്തിനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ശാസ്ത്രം? ഇന്നുവരെ തെളിയിച്ചിട്ടുണ്ടോ? നിങ്ങളെ വാദം എന്താണ്? എന്റെ വാദം, അതായത് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം എന്ന് നമുക്കിപ്പോ പറയാം, അങ്ങനെ പറയാലോ നിങ്ങൾക്ക്? ദൃശ്യപ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഉണ്ടാവണം എന്നല്ല, ഉണ്ട് എന്ന് കണ്ടെത്തിയില്ല. ഉണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചു എന്നല്ല നിങ്ങൾ പറയാൻ ശ്രമിച്ചത്? ഉണ്ടെന്നല്ല തെളിയിച്ചത്, ഇല്ലാതെ ഒന്നും ഈ മെറ്റീരിയൽസ് ഇവിടെ സംഭവിക്കൂല. അതാരാ പറഞ്ഞത്? ശാസ്ത്രം തെളിയിച്ചു. അതാരാ പറഞ്ഞത്? ശാസ്ത്രം അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലെ രഹസ്യം തെളിയിച്ചതായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങളൊന്ന് പറഞ്ഞു. ഇതുവരെ ശാസ്ത്രം ഇവിടെ എത്തിയില്ല. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പഠനത്തിലൂടെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഠനത്തിൽ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള അഭിപ്രായ ശാസ്ത്രം പറയൂല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാ പറഞ്ഞത്? അതാ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയത് പറഞ്ഞു. അതിന്റെ സോഴ്സ് പറഞ്ഞു. നമ്മളുടെ ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് പഠിച്ചത്. ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ എവിടുന്ന മനസ്സിലാക്കിയത്? നിങ്ങൾ ഇപ്പൊ പറയുന്നതിന്റെ സോഴ്സ് എന്താണ്? ഞാൻ വായിച്ചതാണ്. എവിടുന്ന് വായിച്ചു? ഞാൻ ന്യൂട്ടന്റെ ബന്ധപ്പെട്ട ഒരു പുസ്തകം. ന്യൂട്ടന്റെ ചലന സിദ്ധാന്തവും ഈ പിന്നെ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു ശക്തി ഉണ്ട് എന്ന വാദവും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതായത് എല്ലാ വസ്തുവിനും മെറ്റീരിയൽസ് ആണ് എന്നുള്ള അതിൽ പറയുന്നുണ്ട്. ആ മെറ്റീരിയൽസ് ആവുമ്പോൾ ഞാൻ അതിന്റെ ശരിതെറ്റുകളിൽ വാദിക്കല്ല, നിങ്ങളെ ബോധ്യം കേൾക്കുകയാണ്. നിങ്ങൾ പറയും. പറഞ്ഞോളൂ. മെറ്റീരിയൽസ് ഉള്ള വസ്തുക്കളായിട്ടാണ് ഇപ്പൊ എല്ലാം ഉള്ളത്. അതാ പറഞ്ഞ ദൃശ്യപ്രപഞ്ചം ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ പിന്നിൽ ഒരു അൺമെറ്റീരിയൽ ഉണ്ടാവില്ല നിർബന്ധം. അതിന്റെ പിന്നിലാണോ അതിൽ തന്നെയാണോ? അതിന്റെ പിന്നിൽ ശക്തിയായിട്ട് ഇതില്ല, ഇതുണ്ട് എന്ന് തെളിയിച്ചു എന്നാണോ ഇപ്പൊ നിങ്ങളെ വാദം? ശാസ്ത്രം അതുണ്ടായാലേ ഇത് ഉണ്ടാവുള്ളൂ, മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ. ആരാണ് അങ്ങനെ കൺക്ലൂസീവ് ആയിട്ട് ഒരു ഇത് പറഞ്ഞ ആള്? ഒരു ശാസ്ത്രജ്ഞന്റെ പേര് പറയും. ശാസ്ത്രം ഫുള്ളായിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങളോട് പറഞ്ഞ അപ്പൊ പൂർണ്ണമായിട്ടൊരു കാര്യത്തിൽ സത്യത്തിലേക്ക് അന്വേഷണം എത്താത്തൊരു കാര്യത്തിൽ നിങ്ങൾ ഇതിന്റെ പിന്നിലുള്ള ശക്തിക്ക് പേര് നാളൊക്കെ ഇടുന്നതിന്റെ നിങ്ങൾ പറയും എന്താണ്? അപ്പൊ നിങ്ങൾ പറയണല്ലോ. അറിയില്ലാന്നല്ലേ ഞങ്ങളോട് പറയണേ? ഇതല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞതിന്റെ അറിയില്ല. ഇതിന്റെ പിന്നിലുള്ള ശക്തി ഉണ്ടോ? നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇല്ല. അപ്പൊ അറിഞ്ഞോളൂ, അൺമെറ്റീരിയൽസ് ആയത് സംഭവം ഇല്ലാതെ മെറ്റീരിയൽസ്. അപ്പൊ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞാൽ അതേപോലെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ശാസ്ത്രം കണ്ടെത്തിയവരെ എവിടെ? നിങ്ങളോട് അത് ചോദിക്കല്ലേ, റെഫറൻസ് ചോദിക്കാം. ഞാൻ ഖുറാനിലുണ്ട് തെളിവ് ചോദിക്കും. പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പൂർണ്ണമായിട്ട് പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് അർജന്റ്? ഇതല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കണേ. നിങ്ങൾ പറഞ്ഞ ശാസ്ത്ര വസ്തുതകളിൽ നിങ്ങൾ പിന്നെ അതിനെ നിങ്ങളെ ഖണ്ഡിക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞ അബദ്ധങ്ങളിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു മിനിറ്റ്. അപ്പൊ കൺക്ലൂസീവ് ആയിട്ട് ഈ പ്രപഞ്ചത്തിന് എന്താണോ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഇതിന് കാരണമായ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് ശാസ്ത്രം ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഉണ്ടായേ പറ്റൂ എന്ന് ഇതിന്റെ പിന്നിൽ ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള
ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു ശക്തി ഉണ്ടാവണം എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളെ വാദം. അത് മെറ്റീരിയൽ ആവാൻ പാടില്ല. ഇതൊക്കെ ആരുടെ വാദമാണ്? ഇത് ശാസ്ത്രം തെളിയിച്ചല്ലേ? എവിടെ? അതാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അതിന്റെ റെഫറൻസ് എനിക്ക് തരുമോ? അതായത് ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ളത് കേട്ടോ, പ്രപഞ്ചത്തിന്റെ ഭാഗമായ എനർജി അല്ല പറഞ്ഞത്, മെറ്റീരിയൽസിന്റെ പുറത്തുള്ളത്. എങ്ങനെ മനസ്സിലായി? മെറ്റീരിയൽസാ. മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒക്കെ മെറ്റീരിയലാ. അതിന്റെ പിന്നിൽ അപ്പൊ നിങ്ങള് ഒന്നുകൂടി ഞാൻ എന്റെ സംശയം ഒന്നും കൂടി നിങ്ങളെ മുന്നിൽ വെക്കുകയാണേ. ഒരു സംഭവത്തിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ എക്ക് പിന്നിൽ ബി ആണ് എന്ന് നമ്മൾ ആരോപിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എ എന്താണെന്ന് മനസ്സിലാവണ്ടേ? മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ് പ്രപഞ്ചം? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടതിനനുസരിച്ചൊക്കെ മെറ്റീരിയൽ. നമ്മൾ എന്ത് കണ്ടു? നമ്മൾ എവിടുന്ന് കണ്ടു? കുറച്ച് കണ്ടിട്ടുള്ളൂ. എവിടുന്ന് കണ്ടു? ആര് കണ്ടു? നിങ്ങൾ എന്ത് കണ്ടു? ഇവിടുന്ന് നമ്മളെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് കാണുന്ന. നിങ്ങൾ എന്തൊക്കെ കണ്ടു? നിങ്ങൾ പ്രപഞ്ചം എന്ന് പറയുമ്പോ നിങ്ങളെ മനസ്സിലേക്ക് ഒരു പിക്ചർ വരുന്നില്ലേ? അതില്ല, പിക്ചർ ഇല്ല. ഒരു പിക്ചർ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിക്ചർ വരുന്നില്ല. ഇല്ല, നിങ്ങൾക്ക് ആകെ താഴെയുള്ള ഭൂമിയും മോളിൽ കാണുന്ന ആകാശവും അതിന്റെ ഇടയിലുള്ളതുമാണ് നിങ്ങളെ പ്രപഞ്ചം അല്ലേ? അല്ലല്ല, അതങ്ങനെ പോകണം, അനന്തമായി പോവാണ്. ഏതുവരെ പോകും? ഇനി നമ്മൾ കാണാത്ത ഒരുപാട്. ഇതിന്റെ പുറത്തോട്ട് പോയിട്ട് ഗാലക്സിയിലേക്ക് പോകുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ഗാലക്സിന്റെ ഒരു ഗ്രൂപ്പ് മാത്രമല്ല. എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇത്രേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നു. നമ്മള് മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയില് സൗരയൂഥത്തിൽ സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിന്റെ ചുറ്റും കറങ്ങുന്ന നിരവധി ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമായ ഭൂമിയിലെ ഒരു ഭൂഖണ്ഡമായിട്ടുള്ള ഏഷ്യയിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ ഒരു ജില്ലയായ മലപ്പുറം കോഴിക്കോട് എവിടെയാണ് എങ്കിൽ അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾ സ്പോട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ അൺമെറ്റീരിയലായ സംഭവം, മെറ്റീരിയലൊക്കെ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ മാനത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഭൂമിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും മിൽക്കി വേനെ കുറിച്ചും ഗാലക്സിനെ കുറിച്ചും ഒക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയുന്നത് നമ്മൾ പഠിച്ചതനുസരിച്ച്, നമ്മൾ വായിച്ചതും പഠിച്ചതും. ഒരു മിനിറ്റ്, കോഡും മറ്റേ നമ്പറുണ്ട്, അതൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി. ഹലോ, നമ്മളെ പഠിച്ചത് മനസ്സിലാക്കിയത് അനുസരിച്ചിട്ടുള്ള ആ ഒരു. എന്ത് പഠിച്ചു? എവിടെ നിങ്ങൾ പഠിച്ചു? നമ്മൾ പഠിച്ചത് ഇപ്പൊ എന്താ, ഇപ്പൊ ഈ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ഭൂമി ആയിക്കോട്ടെ, എവിടുന്ന് പഠിച്ചു? ആകാശം ആയിക്കോട്ടെ, ഒരു ചെറിയ ലോകം നമ്മൾ കണ്ടിട്ടുള്ളൂ. എവിടുന്ന് നിങ്ങൾ പഠിച്ചു? നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്കുള്ള അറിവ് കിട്ടിയത് എവിടുന്നാണ് നിങ്ങളെ ചോദ്യം? എന്റെ ചോദ്യം അപ്പുറത്തേക്ക് ഉണ്ട് എന്നുള്ളത് ശാസ്ത്രലോകം പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? ശാസ്ത്രലോകം പറഞ്ഞു. അപ്പൊ ഈ അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ ശാസ്ത്രലോകത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്, വിശ്വസിക്കാണ് അല്ലേ? ശാസ്ത്രം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു. അതായത് മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സി ഉണ്ടെന്നും ഇങ്ങനത്തെ നിരവധി ഗാലക്സികൾ ഉണ്ടെന്നും സൗരയൂഥം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നും അതിനകത്ത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുകയാണെന്നും അതിലൊരു ഗ്രഹം മാത്രമാണ് ഭൂമി എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് ശാസ്ത്രത്തെ അവലംബിച്ചാണ്. കറക്റ്റ് അല്ലേ? അല്ലേ? ആ ശാസ്ത്രത്തെയാണ് ഞാനും അവലംബിക്കുന്നത്. ആ ശാസ്ത്രം കൺക്ലൂസീവായിട്ട്, അതായത് ഈ തരം കാര്യത്തിൽ പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള അറിവിന് വേണ്ടി ഞാൻ അവലംബിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെയാണ്. അതെല്ലാം അറിവും ഇപ്പൊ ശാസ്ത്രം കണ്ടെത്തിയ മുഴുവൻ അതേപോലെ എനിക്ക് മനസ്സിലാക്കിക്കോളണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ ക്ഷമിക്കൂ. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞതൊക്കെ ഞാൻ കേട്ടില്ലേ? അപ്പൊ നിങ്ങൾ പോലും അവലംബിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെയാണ്. ആ ശാസ്ത്രീയമായിട്ടുള്ള അറിവിനെ തന്നെയാണ് ഞാനും അവലംബിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളെ കയ്യിലുള്ള ഒരു പഴയ കിതാബ്, ആ കിതാബിൽ എഴുതി വെച്ച കുറെ മണ്ടത്തരങ്ങൾ, വെയിറ്റ് ചെയ്യൂ, ആ മണ്ടത്തരങ്ങൾ അത് നിങ്ങൾ ശാസ്ത്രത്തിൽ ആരോപിക്കാണ്. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പഴങ്കഥ ശാസ്ത്രത്തിൽ ആരോപിക്കാനോ ശാസ്ത്രം ആ വഴിക്കാണ് പോകുന്നത് എന്ന് പറയാനോ ശാസ്ത്രം ആ വഴിക്ക് പോകണമെന്ന് ശഠിക്കാനോ ഇല്ല. വേറൊരു കാര്യം പറയട്ടെ. ഇത്രയും ഭാഗങ്ങൾക്ക് ഓക്കെ ആണോ? അതൊക്കെ ഞാൻ ആരോപിക്കുന്നു എന്ന് പറഞ്ഞതിന് മറുപടി പറയാം. അത് ആരോപിക്കാനുള്ള കാരണമുണ്ട്, തെളിവുണ്ട്. എന്താണ് പറയും? നിങ്ങൾ ഈ പഴയ കിതാബ് എന്ന് പറഞ്ഞല്ലോ, ആ പഴയ കിതാബ് അന്നത്തെ എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള 6-ാം നൂറ്റാണ്ടിൽ, അന്നും ഇപ്പൊ ഈ ശാസ്ത്രം ഒന്നും വളർന്നിട്ടില്ല, അറിയാത്ത കാലഘട്ടം അല്ലേ? ഈ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഭൂമിക്ക് ഇറങ്ങിയ മേലെ ആകാശം, താഴെ ഭൂമി എന്നുള്ള നിലക്ക് നിൽക്കണേ ആ കാലഘട്ടം, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു അറിവില്ല.
അതിനപ്പുറത്തേക്കുള്ള ഒരറിവ് ഖുർആനിലും ഇല്ല. അല്ല, ആ അറിവില്ലാത്തൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ എങ്ങനെ പിന്നെ ഒന്നും പഠിക്കാത്തൊരു മനുഷ്യൻ, ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ്, ഒന്നും അറിയാത്തൊരു മനുഷ്യന് നിന്ന് കുടിച്ചാല് രോഗമുണ്ടാകും, ഇരുന്ന് കുടിക്കണം നിങ്ങൾ എന്ന് പറയാനുള്ള ആ അറിവ് എവിടുന്ന് കിട്ടും? അറിവ് അതൊക്കെ വലിയ തമാശയാണ്. കിഡ്നി അടിച്ചു പോകുന്നല്ലേ? നിന്ന് വെള്ളം കുടിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നല്ലേ? നിന്ന് വെള്ളം കുടിച്ചാൽ തെളിയിച്ചിട്ടില്ല? ഡോക്ടർമാർ പറഞ്ഞില്ല? ഇല്ല. ആര് പറഞ്ഞു? നിന്ന് വെള്ളം കുടിച്ചാൽ സ്പീഡിൽ പോവല്ലേ? ആമാശയത്തിലേക്ക് വെള്ളം പോകുന്ന സ്പീഡ് എങ്ങനെ? നിന്ന് കുടിച്ചാൽ കിഡ്നി. ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ ഇതിൽ പോയപ്പോഴേ പോകുന്ന ഞാൻ പറഞ്ഞില്ല, ദോഷം ചെയ്യുമല്ലേ? എന്താണ് ദോഷം? എനിക്ക് മനസ്സിലായിട്ടില്ല. ശരീരത്തിൽ നിന്ന് കുടിക്കാൻ സമയത്ത് വെള്ളം പെട്ടെന്ന് നമ്മള് പ്രപഞ്ചത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോവാം. നമുക്ക് ആരോഗ്യ വിഷയങ്ങൾ സംസാരിക്കാം. പറ്റില്ല. നിങ്ങൾ പഴയ കിതാബ് അല്ലല്ല, പഴയ കിതാബില് ദൈവികം നമ്മൾ പ്രപഞ്ചത്തിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോഴാ നിങ്ങൾ പറഞ്ഞത് ഞാൻ ആരോപിച്ചത് പഴയ കിതാബിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ ആരോപിച്ചതല്ല നിങ്ങൾ തെളിയിക്കണല്ലോ. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് അന്ന് ഒരറിവില്ലാത്ത ലോകത്തിങ്ങാണ്ട് പറഞ്ഞുതരാം ആ മനുഷ്യൻ എന്താ അറിയാമായിരുന്നത് നമുക്കിപ്പോ ഖുർആൻ വെച്ച് തെളിയിച്ചു തരാം. ഖുർആൻ വെച്ച് ഞങ്ങൾക്ക് തെളിയിച്ചു തരാം. പിന്നീട് ശക്തി ഇല്ലാതെ അറിഞ്ഞതിന് മറുപടി പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞു തരാം. അതാ പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കണം. ഖുർആൻ വെച്ച് തെളിയിച്ചു തരാം. ആ മനുഷ്യന് എങ്ങനെ ഇതിന്റെ പിന്നില് ശാസ്ത്രം വികസിക്കാത്ത കാലത്ത് ഇത്രയും ശാസ്ത്രീയമായ അറിവുകൾ ഉണ്ടായിരുന്ന അത്ഭുതമല്ലേ നിങ്ങൾക്കുള്ളത്? അതിപ്പോ തീരുമാനമാക്കി തരാം. ഓക്കെ. അപ്പൊ പ്രപഞ്ചത്തിന് അപ്പൊ നമ്മൾ പറഞ്ഞത്രയും ഭാഗം പ്രപഞ്ചം എന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങളും റിലേ ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെയാണ്. അവിടെ നമ്മൾ പോയിന്റ് ചെയ്യാണ്. രണ്ടാമത്തത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വിളിച്ചല്ല ഞാൻ. നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഞങ്ങളെ ഭാഷയെ പറഞ്ഞു. ഞാൻ കിതാബിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇനി കിതാബിലേക്ക് തോന്നിയില്ല. എനിക്ക് ഇന്ന് വരെ തെറ്റാന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും 6-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ ഇത്രയും വലിയ പുരോഗതി വരാൻ പോണ ഈ കാലഘട്ടത്തിലുള്ള ഈ അറിവൊക്കെ ഒരിക്കലും ആ കാലഘട്ടത്തിൽ കിട്ടൂല. ഒരു അനേകായിരം സംഭവങ്ങൾ. ആ മനുഷ്യൻ എന്തൊക്കെയാണ് അഭൗതിക ജ്ഞാനം ചോദ്യം പറഞ്ഞുതരാം. അത് തെളിയിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഖുർആനുണ്ടോ? ഖുർആനോട് തെളിയിക്കാന്നാ പറഞ്ഞത്. ഖുർആനോട് തെളിയിക്കണം. നിങ്ങൾക്ക് ഖുർആൻ ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇപ്പൊ പുറത്താള്. അപ്പൊ ഖുർആൻ തിരിച്ചെടുക്കാൻ പറ്റും? ഇല്ല, അത് പറ്റില്ല. നിങ്ങൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ പറ്റുമല്ലോ. ഓദിക്കോളി, അർത്ഥമൊക്കെ പറയൊക്കെ അറിയാം. ആയത്തെ തോന്നുന്നു. ആയത്തോടെ നിങ്ങൾ അർത്ഥം പറഞ്ഞു തരുമല്ലോ. അർത്ഥം കുറെയൊക്കെ പറഞ്ഞുതരാം. ആയിക്കോട്ടെ. അപ്പോ മുഹമ്മദ് നബി പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞ അറിവിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഈ പ്രപഞ്ചം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ക്ഷമിക്കണ്ടേ? ഇത്രയും വലിയ പ്രപഞ്ചത്തെ കുറിച്ചല്ലേ നമ്മൾ പറയണേ? ഖുർആനാണ് എടുക്കണതേ. ഖുർആനാണ് നിങ്ങൾക്ക് ഞാൻ ഓതി തരാൻ പോകുന്നത്. ഇതൊന്ന് മറിച്ചെടുക്കട്ടെ. നിങ്ങൾക്ക് എന്തൊരു കഥ, എന്തൊരു കഥ. അപ്പൊ അതുവരെ ഞാൻ പറയണം. അതായത് മുഹമ്മദ് നബിക്ക് പക്ഷെ പ്രപഞ്ചത്തിനെ കുറിച്ചുണ്ടായിരുന്ന അറിവ് എന്താ വെച്ചാല്, ആ മേൽക്കൂരയില്ലാത്ത വീടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക്, ആ മരുഭൂമിയുടെ വിശാലതയിൽ നിന്ന് മേലോട്ട് നോക്കിയപ്പോഴും ഇടത്തോട്ടും വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കിയപ്പോഴും കിട്ടിയത് എന്താണോ അതാണ് മുഹമ്മദ് നബിക്ക് പ്രപഞ്ചത്തിനെ കുറിച്ചുണ്ടായിരുന്ന അറിവ്. ആ കാഴ്ചകളിൽ അതിന്റെ തെളിവ് തരാം. ഖുർആനിന്ന് തരാം. നിങ്ങൾ ക്ഷമ വേണം കേട്ടോ. ഇത്രയും വലിയൊരു കാര്യത്തിന് ഞാൻ തെളിവ് തരുമ്പോൾ ഇത്തിരി ക്ഷമ കാണിക്കണം. നിങ്ങൾ കുറച്ച് ക്ഷമ കാണിക്കണം. ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം കുറച്ച് സങ്കല്പിച്ച് കഥകൾ അങ്ങോട്ട് പറയായിരുന്നു. സങ്കല്പിച്ചിട്ട് പറഞ്ഞപ്പോ ഒക്കെ ശരിയാകും. ഖുർആനിലെ 31-ാമത്തെ അധ്യായത്തില് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹ് പറഞ്ഞതായിട്ട് പറയാണ്, ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൗനാഹാ വഅൽഖാ ഫീ അർളി റവാസിയ അൻ തമീദു ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. നിങ്ങൾ പറഞ്ഞത് ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൗനാഹാ. അല്ലാഹു ആകാശത്തിനെ സൃഷ്ടിച്ച ഒരു തൂണുമില്ലാതെ അല്ലേ ഇന്നലെ പറഞ്ഞു? നിങ്ങൾ കാണുന്നില്ലേ? അതായത് തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ച് എന്താണ് ഇനി നിങ്ങൾ പറഞ്ഞത് എന്താണ് ആകാശം? അല്ല ഞാൻ ചോദിക്കുന്ന നിങ്ങൾ പറഞ്ഞത്
അല്ല അതായത് മനുഷ്യർ കാണുന്ന ആകാശത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഖുർആന പറഞ്ഞത് അല്ല സുഹൃത്തെ, ഞാൻ ഈ ഖുർആൻ വചനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നത്? ഹലഖസ്സമാവാതി ഹലഖസ്സമാവാതി നിങ്ങൾക്ക് അർത്ഥം നിങ്ങൾക്ക് ഞാൻ അർത്ഥം പറഞ്ഞായിരുന്നോ? അങ്ങനല്ല എന്നോട് പറഞ്ഞു കേട്ടോ. നിങ്ങളോട് ഞാൻ ഈ വചനമാണ് ഇനിയും പറയുന്നത്. ആ വചനം നിക്കട്ടെ, ആ വചനം നിൽക്കൂല. അല്ല നിങ്ങൾക്ക് നിലനിൽപ്പില്ലെങ്കിൽ ഒരു ഖുർആൻ വചനം പറഞ്ഞല്ല അത് വിശദീകരിച്ച് തരാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എന്തിനിപ്പോ വിശദീകരിക്കുന്നു? അതല്ലേ ഞാൻ ചോദിച്ച മറുപടി ചോദിച്ചാലല്ലോ. എന്താണ് ഞാൻ ചോദിച്ച? 6-ാം നൂറ്റാണ്ടിൽ ഇപ്പൊ ഇത്ര ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തില് പിന്നെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞതിൽ ഒരു ഉദാഹരണം ഞങ്ങളോട് പറയാം. അങ്ങനെ ഒരുപാടുണ്ട്. ബഹരിൻ ലുജ്ജി ഉപയോഗിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അതായത് മുഹമ്മദ് നബി പറഞ്ഞ ഒരിക്കലും അന്ന് കിട്ടൂലെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് ഞാൻ നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രതിഭാസത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിച്ച് മുഹമ്മദ് നബി ആകാശത്തേക്ക് നോക്കി പറഞ്ഞ മണ്ടത്തരം നിങ്ങളോട് ഞാൻ ഖുർആനിൽ നിന്ന് എടുത്ത് പറഞ്ഞു തരാണ്. നിങ്ങൾ ആയത്ത് അവസാനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ അവിടെ നിൽക്ക്. നിക്ക് ഖുർആൻ ആകാശത്തെ വിശദീകരിക്കുന്നു. വെയിറ്റ് ചെയ്യൂ. മുഹമ്മദ് നബി 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ മരുഭൂമിയിലെ വിശാലമായ പിന്നെ ആ ഭൂമിയിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ആകാശത്തെ പിന്നെ എന്താ വിശദീകരിച്ചിട്ടാണ്. ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൗനാഹാ. അതായത് ഈ ആകാശത്തിന്റെ വിശദീകരണമാണ് കേട്ടോ. ഒന്ന്, മനുഷ്യർ കാണുന്ന ആകാശത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒരു മിനിറ്റ് പറയട്ടെ. മനുഷ്യർ കാണുന്ന, അവരെ കാണുന്നില്ല എന്നാ ചോദിക്കുന്നത്. നമ്മൾക്ക് അതായത് നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ കാണുന്നില്ലെന്നാണ് എന്തെങ്കിലും മനസ്സിലാക്കിയത്. അതാണ് ഇതിന്റെ ഭാഷ പഠിക്കണം. അർത്ഥം ഞാൻ പോയിക്കട്ടെ. നിങ്ങൾ കാണുന്നില്ലേ? ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം സിമ്പിൾ ആണ്. ഈ ആകാശത്തിന്റെ ഭാഷാർത്ഥം വെച്ചാൽ മതിയോ? നിങ്ങൾ അർത്ഥം വെച്ചോളി. നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ എനിക്ക് വിശദീകരിച്ചാൽ മതി. ഈ ആയത്തിൽ എന്റെ 2 സംശയം ഞാൻ ചോദിക്കാൻ നിങ്ങൾ പറഞ്ഞോളി. ഈ ആയത്തിൽ എന്റെ 2 സംശയം ചോദിക്കാൻ പറഞ്ഞു പോയി. ഈ ആയത്താണ്, ഒറ്റ ആയത്താണ് 31:10. അതിൽ ആദ്യം ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? അപ്പൊ ഇല്ല, നിങ്ങളോട് ചോദിക്കുന്നത് ഹലഖ സമാവാത്തി എന്നാണ്. സമാവാത്ത് പറഞ്ഞ എന്താ? ആകാശങ്ങൾ. ആകാശങ്ങൾ എന്താണ് ആകാശം? ടോപ്പോസ്ഫിയർ, എന്താണ് ആകാശം? അതെന്താണ്? അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് പറയും. എനിക്കറിയില്ല. അത് അന്തരീക്ഷമാണ്. ഇംഗ്ലീഷ് അറിയില്ല. അത് അന്തരീക്ഷമാണ്. അത് അന്തരീക്ഷമാണ്. ഘട്ടങ്ങള് അന്തരീക്ഷത്തിന്റെ പിന്നെ ലെയറുകളാണ് ആകാശം. ലെയറുകൾ എന്ന് പറഞ്ഞാല് ഒരാകാശം അന്ന് പറഞ്ഞത് സമാവാത്തി എന്നുള്ള അറബി പദത്തിലൂടെ പറഞ്ഞു. എന്താണ്? ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോ അത് ഓരോ പാളികൾ ടോപ്പോസ്ഫിയർ, ടോപ്പോപാസ്, മിസോപാസ് അങ്ങനെ പോകണം. ഏഴുമൊക്കെ എത്തിയില്ലെപ്പോഴും. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങളോട്. അതായത് നമ്മൾ പുറത്തിറങ്ങി മാനത്തേക്ക് നോക്കിയാൽ ആകാശം കാണുന്നു. ആകാശല്ലേ പറയട്ടെ. അതാണ് നിങ്ങളോട് ഞാൻ ചോദിക്കണേ. നോളജ് പരമായ അറിവും കൂടി ഇല്ല നിങ്ങൾ. ആകാശമൊന്നുമില്ല. പിന്നെന്താ? മേഘം. ആകാശത്തിന്റെ അപ്പുറത്ത് മേഘമൊന്നും ഇല്ലെങ്കിലോ? മേഘം ഇല്ലാന്ന് പറഞ്ഞു. മേഘം തന്നെ ഉണ്ടാകും എപ്പോഴും. മേഘം ഇല്ലാത്ത മേഘം നിങ്ങൾ എവിടെങ്കിലും ഉറച്ചിക്ക്. നിങ്ങൾ ഹലഖ സമാവാത്ത് ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞു. ആകാശം കാണുന്നില്ല. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആകാശം ഇവിടുന്ന് കാണൂല. നിങ്ങൾ ഈ ആയത്തുമ്മ പിന്നെ കഴുത്ത് കുരുങ്ങരുത്. ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ചോദിക്കാണ്. ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ദേശം കൊണ്ട് പറയല്ലേ? നിങ്ങൾ സ്വന്തം ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ആലോചിക്കാം. നിങ്ങൾ ഇതൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളി. ഞാൻ ചോദിക്കട്ടെ. നിങ്ങളിത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പോയിക്കോളി. നിങ്ങളോട് നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു തരേണ്ടത്, എനിക്ക് പറഞ്ഞു തരേണ്ടത് മുഹമ്മദ് നബി പ്രപഞ്ച പ്രതിഭാസത്തെ വിശദീകരിക്കുന്ന ഒരായത്താണ്. ഖലഖ സമാവാത്തി എന്ന് പറയുന്നതിലെ ഈ സമാവാത്ത് എന്താണ് എന്നാണ് ചോദ്യം. ആ സമാവാത്തിന്റെ ഒരു വിശേഷണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ആ ആയത്തിൽ തന്നെ പറയുന്ന വേറൊരു വിശേഷണം ഉണ്ട്. ആകാശത്തിന്. അപ്പൊ അള്ളാഹു വെള്ളം ഇറക്കി തരുന്നത് ഒരു ആകാശത്തുനിന്നാണ് വെള്ളം ഇറക്കി തരുന്നത്.
അതിലെന്നെ ഒരു അതിനെ കുറിച്ച് അള്ള പറയാണ്, നിങ്ങൾക്ക് കാണാത്ത തൂണുകളൊന്നും കൂടാതെ ആകാശത്തെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞു പിന്നെ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനം മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. ഓക്കെ, അപ്പൊ ആകാശം എന്താണ്? മെറ്റീരിയൽ ആണ്. ഇനി നിങ്ങൾ പറഞ്ഞേരി, എന്താണ് ആകാശം? അല്ല ഈ പറഞ്ഞ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല പറഞ്ഞ ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഘട്ടങ്ങളായിട്ടുള്ള ഒരു പിന്നെ സ്പേസ് ആണ്. എന്ത് സ്പേസ്? അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മറ അവിടെ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്നല്ലേ അള്ള ഖുർആൻ പറയണത്. അള്ള കാണുന്നത് നമ്മൾ മേപ്പോട്ട് നോക്കുമ്പോഴുള്ള ആകാശം എന്ന് പറഞ്ഞാൽ അതാണ് നബി കണ്ട ആകാശം. നീലമേലാപ്പ്, മേലാപ്പിട്ടൊരാകാശത്തിന്റെ അപ്പുറത്തെ സൂബർക്കത്തിന്റെ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലി. നീലമേലാപ്പിട്ട ആകാശം ഇതല്ലേ? അത് അവിടെ അത് പറയാനാണോ മനുഷ്യാതായത്? ഏതാണ് നിങ്ങൾ പറയും? ഞാൻ നിങ്ങൾക്ക് തമാശ, നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആയപ്പോ ഒരു പാട്ട് പാടി തന്നല്ലോ, കാര്യാക്കണ്ട. ആയിക്കോട്ടെ, എനിക്ക് പാട്ട് പാടി ഞാനാണ്ടും പാടിത്തരാം, അത് പ്രശ്നം. പക്ഷെ അവിടെ എന്താന്ന് പറയാ, നിങ്ങൾക്ക് ഈ ആകാശം എന്ന് പറഞ്ഞ ഉദ്ദേശം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ആകാശത്തിനോ ആകാശം ചിന്തിപ്പിക്കാനൊന്നും അല്ല അവിടെ ആയത്ത് വന്നിരിക്കുന്നത്. എന്താണത്? വൈറ അമദിൻ തെറവുനഹ, തൂണില്ലാതെ നിങ്ങൾ ഇപ്പൊ കാണുന്ന മേലാപ്പിൽ ഞങ്ങൾ പറഞ്ഞേ, അത് നിങ്ങൾ കാണുമ്പോ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ പൊന്നാര സുഹൃത്തെ? ഉള്ളത് ഇപ്പൊ എന്താണോ? രണ്ടാമത്തൊന്നും പറയില്ലല്ലോ. അതാണ് പ്രശ്നം. നിങ്ങൾ മേലക്ക് നോക്കിയപ്പോ എന്താ സാധാരണ കാണുന്നത്? ഒന്നും, അത് നമ്മളെ കണ്ണിന്റെ ഇല്യൂഷൻ ആണേ. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലേ? അല്ല, എന്തോ ഒരു ഇല്യൂഷൻ കാണും. ഇല്യൂഷൻ കാണല്ലോ, ഇല്യൂഷൻ ആണ്. ആ സാധനം ഇല്ല അവിടെ. അല്ല, ഒന്നുമില്ലാതെ കാണുന്നുണ്ടോ? അപ്പൊ പ്രപഞ്ചത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ആകാശത്തേക്ക് നോക്കുമ്പോ അങ്ങനെ ഭൂമിയിൽ ഒരു തൂണായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? എങ്ങനെ? ഭൂമിനെങ്ങനെ, ഭൂമിക്ക് മേലെ നിൽക്കുന്ന മേലാപ്പിന് ഒരു തൂണായിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ? ഇല്ല. അപ്പൊ അതിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ പെരയില് പന്തിലിട്ട് എത്ര തൂണുകൾ കൊടുക്കുന്നുണ്ട്? അതായത് ആകാശം ഇല്ല ശരിക്കും. ആകാശം ഇല്ല എന്നാണ്. ആകാശം നമ്മൾ മലയാളത്തിൽ പറഞ്ഞല്ലോ, അത് അറബിനോട് ബന്ധിപ്പിച്ച ശരിക്കോളണം. നിങ്ങൾ പറഞ്ഞോളൂ, എന്താ സമാവാത്തം? നമ്മളിപ്പോ നീ പറഞ്ഞ ആകാശം തന്നെ എന്താ ഉറപ്പ്? എന്നാ ശരി, 7 ഭൂമി ഇല്ലേ ഖുറാനില്? 7 ഭൂമി എന്ന് പറഞ്ഞാൽ ഇതേമാതിരത്തെ ഭൂമിയാന്ന് എവിടെ പറഞ്ഞത്? അല്ല, എന്താണത്? 7 ഘട്ടങ്ങൾ. ഇതൊക്കെ മനുഷ്യനോട് ചിന്തിക്കാൻ പറയല്ലേ? നമുക്ക് കാണാനും ആലോചിക്കാനും പറ്റാത്തൊരു കാര്യം കാണിച്ചിട്ടാണ് ചിന്തിക്കാൻ പറയണേ. അല്ല, ഭൂമിന്റെ 7 ഭൂമിന്റെ ചിന്തിക്കുന്ന അവിടെ പറഞ്ഞു. അല്ല, എവിടെയാണ്? എന്താണ് ഈ ആകാശം? എന്താ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു. ആകാശം എന്താണ് പറഞ്ഞത്? ആകാശം എന്ന് പറഞ്ഞപ്പോ നമ്മൾ കാണുന്ന ആ ഒരു മേലാപ്പുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ, എവിടെയാണോ അറ്റം എത്തുന്നത്, നമ്മളിപ്പോ മേഘമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, നീല കളറൊക്കെ, ആ സംഭവത്തിന് അടിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോ ഒരു തൂണായിട്ട്. അങ്ങനെ അല്ല സുഹൃത്തെ, ആകാശം ഇത് പൊളിഞ്ഞു വീഴും അവസാന കാലത്ത് അല്ലേ? പൊളിഞ്ഞു വീഴും. ആകാശം പൊളിഞ്ഞു വീഴൂലേ? നമ്മളെ ഇല്യൂഷൻ ആണോ പൊളിഞ്ഞു വീഴാൻ പോണത്? അല്ല, പൊളിഞ്ഞു വെക്കണ നിങ്ങൾ ചർച്ച മാറ്റി കൊണ്ടുപോകണം. ആകാശത്തെ കുറിച്ച് ഖുർആനിൽ അവിടെവിടായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ആകാശത്താ നിക്കണേ. ദയവ് ചെയ്ത് ഒരു ദയവില്ല നിങ്ങളോട് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ആ യുക്തിന്റെ മനസ്സിലാക്കിയാണ്. ഞാൻ പറട്ടെ, നിങ്ങൾ ഓതി ആയത്ത് എന്തിനാ നിങ്ങൾ ഓദിക്കുന്ന അറിയോ? വൈറ അമദിൻ തറവുന, തൂണില്ലാതെ ഇങ്ങനെ കാണുന്നില്ലയോ എന്ന് ചോദിച്ചത്. കാണുന്നില്ലയോ എന്നല്ല അവിടെ. അതാണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് പറയണ്ടേ. 100% അത് കാണുന്ന കാര്യമല്ല ചോദിച്ചത്, ചിന്തിക്കുന്നില്ല എന്നാണ് എന്റെ മാന. അപ്പൊ ഇത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള വസ്തുവാണ്, അത് ഫിസിക്കൽ ആയിട്ടുള്ള സാധനമാണെന്ന് ഖുർആനിലില്ല. ആ ആയത്തിന്റെ ഉദ്ദേശം അതല്ല. ഇല്ല. ഓക്കെ. അപ്പൊ എന്താർത്ഥം? ഉണ്ട്, ഖുർആനിലുണ്ട്. പക്ഷെ നിങ്ങളാ പറഞ്ഞ ആയത്തിന്റെ ഉദ്ദേശം. ശരി, ഞാൻ ചോദിക്കുന്നത് ഖുർആനിൽ ഇപ്പൊ ഒരു ആയത്ത് നിങ്ങളോട് പറഞ്ഞു, ഒന്ന് പറഞ്ഞിട്ടല്ലേ അടുത്ത പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഇനിയും പറയാം. അല്ല, ഞാൻ പറഞ്ഞ് പൊളിച്ചെടുക്കാണ് ഇപ്പൊ ആയത്തുങ്ങൾ ഓതിയത്. നിങ്ങൾ പൊളിഞ്ഞു. എവിടെ? എന്താ പൊളിഞ്ഞ്? എന്താ ആകാശങ്ങൾ പറഞ്ഞത്? നിങ്ങളിപ്പോ വൈറാമതിൻ തറവന പറയണം. അപ്പൊ ആകാശത്തേക്ക് പോയതിന് എന്താ? വൈറാമതിൻ തറവന തൂണില്ലാതെ കാണിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ചിന്തിക്കാനാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അവിടെ പോയി. അപ്പൊ പിന്നെ ആകാശത്ത് നമുക്ക് എടുത്തുങ്ങൾ. ആകാശം നിങ്ങളോട് ആദ്യം ചോദിച്ചത് എന്താണ് ആകാശം? നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞെന്താ, കാണുന്നില്ലേ എന്നുള്ള ഭാഷാർത്ഥം പരിഭാഷ വെച്ച് നിങ്ങൾ. ഞാൻ അവിടെ തിരിച്ചാൽ കാണില്ല. നിങ്ങൾ മുമ്പുണ്ട് അപ്പലാ ഇരല്ലേ ഇവര് കൈഫ കൊലിക്കത്ത് എന്നുള്ള ആയത്തിന് ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നല്ല. ഒട്ടകത്തിനെ എല്ലാവരും നോക്കിയാൽ കാണൂലേ? ആ ഒട്ടകത്തിലെ പൂഞ്ഞയും ആ കുളമ്പ്
നിങ്ങൾ ഈ പറഞ്ഞ മേലാപ്പ് ആകാശത്തേക്ക് നോക്കുന്നില്ലേ? അപ്പൊ കാണുന്നില്ലേ തന്നെയല്ലേ അർത്ഥം? നോക്കുന്നില്ല, ചിന്തിക്കുന്നില്ലേ? വൈലസമായി കൈഫ റുഫിഅത്ത് എന്ന് പറഞ്ഞ അർത്ഥം. നിങ്ങള് ഈ വിശ്വാസി കുട്ടികളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഒട്ടകത്തിന്റെ കഥ പറഞ്ഞു നിർത്തി ആകാശത്തേക്ക് നോക്കുകയും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. കുറച്ച് മുമ്പ് പറഞ്ഞില്ല കുട്ടികളെ പറ്റിക്കാൻ. നിങ്ങൾ വിശ്വാസികളായിട്ടുള്ള കുട്ടികളെ അറബി പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ബാക്കി ഒന്നും തിരിയില്ല എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഓടരുത് അമ്മാവാ, ആളറിയാം. തറൗനാഹാന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് അങ്ങനെ ആകാശത്തേക്ക് നോക്കാൻ വേണ്ടി ബഹളുണ്ടാക്കല്ലേ. ഇനി നിങ്ങൾ ആരോപിക്കല്ല. നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ സമാധാനം വൈക്ക് പറഞ്ഞേരി. അള്ളാഹു ആകാശത്തെ കുറിച്ച് സംസാരിക്കുന്നത് മനുഷ്യർ ആകാശത്തെ കുറിച്ച് കണ്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലേ? നിങ്ങൾ ഇങ്ങനെ വാദിച്ചിട്ട് പോയിക്കോളി. നിങ്ങൾ അങ്ങനെ ഓടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പോവല്ലേ? നിങ്ങളിത് പോകരുത്, നിങ്ങളിത് കട്ടിട്ട് പോകരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഭാഷാർത്ഥത്തിൽ പിഴവ് പറ്റി, ഞാൻ അത് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാൻ നിങ്ങൾ ഇവിടെ ശ്രമിച്ചു. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മിനിറ്റ്, അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തും പറയാം. പക്ഷെ ഇവിടെ നോക്കൂ, മനസ്സിലായി, ഇത് ചെറിയ കുട്ടികൾ ബഹളം വെക്കുന്ന പോലത്തെ നിങ്ങൾ ബഹളം വെക്കുകയാണ്. ഞാൻ ഖുർആനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ബഹളം വെക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഒട്ടകത്തിന്റെ മുഖത്ത് ഞാൻ ആകെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞുതരാം. പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങളോട് ഞാൻ വിശദമായി ചോദിച്ചപ്പോ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ കുറിച്ച് ആകെ അറിയാവുന്നത്, നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി നിങ്ങൾ റിലേ ചെയ്യുന്നത് സയന്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയാണ്. ഓക്കെ, അങ്ങനെ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ റിലേ ചെയ്യുന്നത്. അതിൽ ഇങ്ങനെ ഒരു കൺക്ലൂസീവ് ആയിട്ട് ഇതിന്റെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉള്ളതായിട്ട് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിൽ ശാസ്ത്രീയമായ പല അത്ഭുതങ്ങളും അന്നത്തെ കാലത്ത് മനുഷ്യന് പ്രാപ്യമല്ലാത്ത പല അറിവുകളും ഉണ്ട് എന്ന് പറഞ്ഞു. പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ തന്നെ ഊന്നി നിന്നുകൊണ്ട് അങ്ങനെ ഇല്ല എന്നും ഒരു മനുഷ്യൻ അവന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഭാവനകൾ മാത്രമാണ് ഖുർആനിലുള്ള പ്രപഞ്ചം എന്നും നിങ്ങളോട് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി എങ്ങനെ പിന്നെ ഖുർആൻ പറഞ്ഞു തരാം. നിങ്ങൾ ക്ഷമിക്കേ. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനാഹ, നിങ്ങൾക്ക് കാണാത്ത തൂണുകൾക്ക് മുകളിൽ അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചു. ഇതിൽ എന്താണ് ആകാശം എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഇതൊന്നുകൂടി ഒരു മിനിറ്റ് സുഹൃത്തെ, ഇതിന്റെ പിന്നിലേക്ക് നിങ്ങൾ പോയിട്ട് ഇതൊന്നുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, ആ ആകാശത്തിന്റെ വിശേഷണമായിട്ട് അതേ ആയത്തിന്റെ അടുത്ത ഭാഗത്ത് വഅൻസൽനാ മിനസ്സമാഇ മാഅൻ എന്നുള്ളതും ഉണ്ട്. ഞാൻ ഇത് രണ്ടും പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞത് എന്താണ് ആകാശം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ആദ്യം നിങ്ങൾ പറഞ്ഞു ഖലഖസ് സമാവാതി. നിങ്ങൾ പറഞ്ഞത് എന്താണ് ആകാശം എന്നല്ല ചോദിക്കേണ്ടത്. ഞാൻ എന്താ ചോദിക്കേണ്ടത്? ആയത്തോട് ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നിങ്ങൾ ആയത്ത് ഇതിലെ സമാവാത്ത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞ കേക്ക് സോയിബേ, അതായത് സമാഹ് നിങ്ങൾ അവിടെ ഉപയോഗിച്ചു, ഇവിടെ മാ എന്നുള്ളത് സമാഹ് ഉപയോഗിച്ച് അറിയില്ലേ? അപ്പൊ ഈ സമാഹ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾ ചോദിക്കണ്ടേ? ആകാശം എന്നല്ല, ഞാൻ സമാവാത്ത് എന്താണെന്ന് ചോദിച്ചത്. എന്താണ് ഞാൻ നിങ്ങളോട് ആകാശം എന്താണെന്നും ചോദിച്ചു, ആകാശങ്ങൾ ഒരു മിനിറ്റ് ആകാശം എന്താണെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു നമ്മൾ ഈ കാണുന്ന ഇല്യൂഷൻ ആണ് എന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചു. ആകാശം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു സമാവാത്ത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു അത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും പോലെയുള്ള ആകാശത്തിന്റെ അന്തരീക്ഷ പാളികളാണ്. അത് നിങ്ങൾ പറഞ്ഞ തെറ്റല്ലേ? പാളികളിൽ ആകാശമാണ്. അന്ന് സമാവാത്ത് ഉപയോഗിച്ചു. അതാണോ ഏഴാകാശം? ഏഴാകാശം എന്ന് പറഞ്ഞാല് ഓരോ ഘട്ടങ്ങളായിട്ട് ആകാശം. അപ്പൊ നമുക്ക് ഒന്നാം ആകാശം അതാണല്ലോ ഏറ്റവും അടിയിൽ, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാമത്തെ ആകാശല്ലേ? നമുക്ക് ഒന്നാമത്തെ ആകാശത്തെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഒന്നാമത്തെ ആകാശം? ഒന്നാമത്തെ ആകാശം അവിടുന്നാണ് അള്ളാഹു മഴ ഇറക്കി തരുന്നല്ലേ? അവിടുന്നാണ് മഴ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ട്.
നമ്മളിപ്പോ അതിന്റെ ഒരു മേലാപ്പ് കണ്ടിട്ടുണ്ട്. ഏത് മേലാപ്പ്? അങ്ങനെ ഒരു മേലാപ്പ് ഇല്ല. ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അത് സൃഷ്ടിച്ച് പൊക്കി നിർത്തി, തൂണില്ലാതെ പൊക്കി നിർത്തി എന്നതാണ് വീരസ്യം പറയുന്നത്. തൂണില്ലാതെ പൊക്കി നിർത്തിയതാണ് ഭൂമിയിൽ എന്തെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആകാശത്തെ കുറിച്ചും അവിടുന്ന് മഴ ഇറക്കി തരുന്നതിനൊക്കെ കുറിച്ച് നബി പറയുന്നത് ഇതിലേക്കൊക്കെ നോക്കിയിട്ട് അള്ളാന്റെ സൃഷ്ടി വൈഭവത്തിൽ അത്ഭുതം കൂറാനാണ്. ഹലോ അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത്, ആകാശത്തേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഖുർആൻ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം അത് ഈ ആയത്തിൽ ഞാൻ തെറ്റായി അർത്ഥം വെച്ചതാണ് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അത് സ്ഥാപിക്കാൻ വേണ്ടി ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അവിടെ നിർത്തി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിന്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട് സമാവാത്തിലേക്ക് നോക്കുന്നില്ലേന്ന്. വൈലസമായി കൈഫ റുഫിയത്ത്, ആകാശത്തിലേക്ക്, വൈലൽ അർളി കൈഫ സുതിഹത്ത്, വൈലൽ ജിബാലി കൈഫ നുസിബത്ത് ഒക്കെല്ലേ. അപ്പം ആകാശത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നു അള്ളാഹു. എന്തിനു വേണ്ടിയിട്ട് നമ്മളോട് പറയണത്? വൈലൽ ജിബാലി, പിന്നെ വൈലൽ സമായി കൈഫ റുഫിയത്ത്, ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആകാശത്തേക്ക് നോക്കി ചിന്തിക്കണില്ലേന്നാണ്. അതന്നെ ഞാൻ പറഞ്ഞത്. അത് പറയാനാ പറഞ്ഞത്. അതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഖുറാനിൽ പറയുന്ന ആകാശത്തിന്റെ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, 6-ാം നൂറ്റാണ്ടിലുള്ള ആൾക്കാർക്ക് എന്താ ആകാശം? അപ്പൊ അവരോട് മേലോട്ട് നോക്കി നിങ്ങൾ ചിന്തിക്കണില്ലേ? മേലോട്ട് എന്താണ് ആലോചിച്ചത്? അവൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ആകാശം പോലെ നിങ്ങൾക്ക് കാണുന്ന ഈ മേലാപ്പില്ലേ, അങ്ങനെ ഒരു സാധനം ഇല്ല, നിങ്ങൾക്ക് തോന്നല് മാത്രമാണ് ശാസ്ത്രീയമായ. ആകാശം എന്നൊരു പേരിട്ടു, സമാധിന് പേരിട്ടു. അവിടെ സമാധി പഠിപ്പിക്കലല്ലോ ഉദ്ദേശം. പിന്നെ എന്താണ് ഉദ്ദേശം? മേലത്തെ ഒരു അവിടുന്ന് ഇങ്ങോട്ട് തൂണ് കാണാതെ വിശേഷണം എന്തിനാ തൂണില്ലാത്തത്? ഞാൻ പറയാം, തൂണില്ലാത്ത ഒരു മേലാപ്പ്, തൂണില്ലാതെ ഉയർത്തി നിർത്തിയ ഒരു ഡൂമ് പോലെ ഉയർത്തി നിർത്തിയ ഒരു മേലാപ്പ് ഇല്ലല്ലോ ഭൂമിക്ക്. ഉണ്ടോ? മേലാപ്പ് എന്ന ഉദ്ദേശം അങ്ങനെ സാധനം അവിടെ അതേ നമ്മൾ സങ്കല്പിക്കുന്ന പോലെ ഉണ്ട് അർത്ഥം ഉണ്ട് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അതെവിടെ ഇങ്ങക്ക് 13:2 അല്ലാഹുല്ലദീ റഫഅ സമാവാതി. എന്താ? ആകാശത്തെ ഇല്ലാത്തൊരു സാധനത്തെ ഉയർത്തുന്ന മഹാനാണ് അല്ലാഹ്. ഇല്ലാത്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അതിനതായ സങ്കല്പികമായ എന്ത് സങ്കല്പം? ഉയർത്തുക എന്ന് പറയണാണോ സങ്കല്പം? ഉയർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിലല്ല, അകന്ന് നിൽക്കുന്ന സ്പേസ് ഉണ്ടല്ലോ. അയ്യേ, പ്രശ്നമുണ്ട്. ഭൂമിയും ആകാശവും ഒട്ടിക്കിടക്കുകയായിരുന്നില്ലേ മുമ്പ്? അത് മുമ്പല്ലേ? അപ്പൊ പിന്നെ അതിനെ വിടർത്തിയില്ലേ? നമ്മള് ബിഗ് ബാങ് എടുക്കുമ്പം കിട്ടൂലേ നിങ്ങൾക്ക് ഒരു സാധനം? അതൊക്കെ അപ്പൊ എന്തോ ഒരു ഒബ്ജക്റ്റ് ആണത്. ഒരു മിനിറ്റ്, ഒരു ലെയർ ആണത്. ഭൂമി വേറായോ? ഭൂമി ആയാലും ബിഗ് ബാങ്കിലൂടെ വേറെ ആയില്ലേ? നിങ്ങൾ ഖുർആനിന്ന് ബിഗ് ബാങ് ഉരുട്ടുമ്പോ എടുക്കുന്ന ആയത്തില്ലേ? ബിഗ് ബാങ്കിലൂടെ ഭൂമി വേറെ ആയാലാ വേറെ ആയ ഭൂമി എന്തേ ഈ ഒരു തൂണൊന്നും കാണാത്ത? അത് നിങ്ങളല്ലേ പറയേണ്ട സുഹൃത്തെ, ഞാനാണോ? നിങ്ങളെന്നെ പറഞ്ഞപ്പോ ഖുർആനിൽ പറയുന്ന മണ്ടത്തരത്തിനാണോ ഞാൻ തെളിവ് തരണം? നിങ്ങൾ തെളിവ് തരണം. എന്തൊരു കഷ്ടം. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയ പ്രശ്നം എന്ത് മനസ്സിലാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കിയ ആകാശം എന്നൊക്കെ പറഞ്ഞ നിങ്ങളിപ്പോ മനസ്സിലാക്കണ മാതിരിയാണ്. ഞാൻ മനസ്സിലാക്കിയതല്ല സുഹൃത്തെ, ഖുർആനിൽ പറഞ്ഞത് എന്താണ് ഇതിന്റെ സമാധല്ലേ? പിന്നെന്താണ്? അതല്ലെങ്കിൽ ആദ്യം ചോദിച്ചാൽ എന്താ സമാധം? അന്ന് റസൂൽ ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് ആ മേലക്ക് നോക്കുമ്പോ ഒരു ബോധ്യപ്പെടുത്തണം, ഈ ഭൂമി അകന്ന് നിൽക്കുമ്പോ അതിനെ താങ്ങി നിൽക്കാതെ ഇങ്ങനെ മേലെ നിൽക്കുന്ന കഴിവ് ഭൂമിന്റെ മേലെ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. അവിടെ മേലെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒന്നും കാണില്ല എന്നപ്പോ നിങ്ങൾ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഖുർആനിൽ പറഞ്ഞേ. അത് നിങ്ങൾ പറഞ്ഞു തന്നെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി തന്നെ ഇപ്പൊ അതുള്ളത് തെറ്റൊന്നും ഇല്ല നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഖുർആൻ പറഞ്ഞത് തെറ്റില്ല. അപ്പൊ ആ മേലെ നിൽക്കുന്ന മേലെ കാണുന്ന സ്പേസിൽ നിന്ന് ഒരു തൂണായിട്ടൊന്നും ഭൂമിനെ താങ്ങി നിർത്തുന്നത് കാണില്ലെങ്കിൽ ഈ ഭൂമി പിന്നെ എങ്ങനെ നിൽക്കുന്നു? കാരണം ചെറിയൊരു പന്തലിട്ടുമ്പോ നമുക്ക് എത്ര തൂണ് കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ നിർത്തിയെങ്കിൽ ഇത് ബാക്കിൽ ശക്തി ഇല്ലേ എന്ന് ബോധ്യപ്പെടുത്താനാണ് അവരൊക്കെ ബോധിപ്പിക്കുന്നത്, ഖുർആൻ ഓതിയത്. അപ്പൊ നബിക്ക് അറിയായിരുന്നു ആകാശം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, അത് വെറുതെ തോന്നലാണ് അല്ലേ? വിദ്യാർത്ഥി അറിയായിരുന്നു. നബിയൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ഉമ്മിയല്ലേ? നബിക്ക് അറിയില്ല, അറിയിച്ചു കൊടുക്കാൻ അറിയാന്നപ്പോ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. നബിക്ക് അറിയില്ലായിരുന്നു. അല്ല, നബിക്ക് സ്വന്തമായിട്ട് അറിവുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് നബിക്ക് സ്വന്തമായിട്ട് അറിയാവുന്നത് മാത്രമേ നബി ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളൂ എന്നതിന്റെ തെളിവാണ് ആകാശത്തെ വിശദീകരിച്ചത്. അവിടെയാണ് അത്ഭുതം. അതായത് ഒന്നും അറിയാത്ത ഒരു അക്ഷരാഭ്യാസം കൂടി അറിയാത്ത ഒരാൾ സാഹിത്യ രൂപത്തിൽ
ഒരു ആയത്ത് കൊണ്ടുവന്നിട്ട് ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നു സാഹിത്യ രൂപത്തിൽ കൊണ്ടുവരുന്ന കഥയല്ലേ ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്. ഒരു ആയത്തെങ്കിലും കൊണ്ടുവരുന്നു ഖുർആനിൽ പറഞ്ഞു. ആരെ കൊണ്ടുവന്നു? അല്ല, നിങ്ങൾ വാദിക്കണം. നിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ പുരോഗതി പറഞ്ഞത് പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള പ്രതിഭാസങ്ങൾ അത് മനസ്സിലാക്കാൻ നമുക്ക് ഇതെവിടുന്ന് തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിലെ പ്രവാചകർക്ക് എങ്ങനെ ഇന്നത്തെ കഴിവ് കിട്ടി എന്നുള്ളടത്തല്ല നിങ്ങൾ ചോദിച്ചത്? ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതിനാലും നിങ്ങൾ മറുപടി ചോദിക്കാണ് മനുഷ്യ. ആ മനുഷ്യർക്ക് എങ്ങനെ ഇത്ര സാഹിത്യപരമായി സാഹിത്യത്തിലേക്ക് എത്തിയപ്പോൾ പ്രപഞ്ച ശക്തിയൊക്കെ വിട്ടോ? അത് ഈ മനുഷ്യർക്ക് എങ്ങനെ കിട്ടി? പറഞ്ഞുതരാം. അതായത് അപ്പൊ ഈ 6-ാം നൂറ്റാണ്ടിലുള്ള മനുഷ്യർക്ക് അന്ന് ശാസ്ത്രീയമായ അറിവില്ലാതെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് വിശദമായി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാൻ വിളിക്കാം. അല്ലേ നിങ്ങൾ